Hello, good morning. Good morning. Morning parayula. Are you? Good morning, ma'am. Yes. Good morning. ഞാൻ വിചാരിച്ചു ഞാൻ ക്ലാസ് മാറി കയറിയേക്കാണോ എന്ന് വിചാരിച്ചു. HRM-ന്റെ ക്ലാസ് തന്നെയല്ലേ ഇത്? ആണോ? ആ, ഞാൻ വിചാരിച്ചു ഇനി എന്നെ പരിചയമില്ലാത്ത. Good morning, ma'am. യെസ്, ഗുഡ് മോർണിംഗ്. ഞാൻ വിചാരിച്ചു ഇനി വേറെ ഏതെങ്കിലും ക്ലാസ്സുകാർ ആയിരിക്കും കയറിയിരിക്കുന്നേ. അപ്പൊ അതുകൊണ്ടാണ്, എന്നെ കാണാത്ത ആൾക്കാരാണോ? അതുകൊണ്ട് മിക്കവാറും കണ്ടോ. പിന്നെ മോണ്ടിസോറി എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട്, ഒരു കോഴ്സ് ഉണ്ട്. അതിനകത്ത് ഞാൻ കയറിയിട്ടില്ല. അതുകൊണ്ട് ആ ക്ലാസ്സിൽ കയറിയതാണ്. അവരൊന്നും മിണ്ടാത്ത എന്താന്ന് വിചാരിച്ചു കേട്ടാ. അതുകൊണ്ടാണ്. മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും? മഴയില്ല? മഴ സൗണ്ട് ക്ലിയർ ആകുന്നില്ലേ അങ്ങോട്ട് പറയുന്നത്? ഹലോ, ആ, സൂപ്പറായിട്ട് മഴയുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിലും നല്ല മഴയാണ്. ഇവിടെ നല്ല മഴയുണ്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എല്ലാവരും ഉണ്ടോ? ഇന്ന് സാറ്റർഡേ. ഇന്ന് നമ്മളുടെ കഴിഞ്ഞ 2 ദിവസം നമ്മുടെ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്. ഒരു മൺഡേയും ഒരു തേഴ്സ്ഡേയും. അത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് ഈ ഒരു സാറ്റർഡേ വർക്കിംഗ് ഡേ ആക്കിയതാണ് അല്ലെ? അറിയാമോ അങ്ങനെയൊക്കെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒത്തിരി കുട്ടികൾ ഇന്ന് കുറവുണ്ട്. സാറ്റർഡേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാരണം കൊണ്ട് ചിലപ്പോ കയറാത്തതായിരിക്കാം അല്ലെ? അപ്പൊ നമുക്കറിയാം. അത് അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ബാക്കിയുള്ളവരെ വെച്ചിട്ട് ക്ലാസ് എടുക്കാം. എന്തായാലും അവർക്കൊക്കെ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവർക്ക് ക്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അത് വാച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ പോർഷൻസ് അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു വർക്കിംഗ് ഡേ ആക്കി നമ്മൾ ഇന്നൊരു സാറ്റർഡേ എടുത്തത്. ബിക്കോസ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇവിടെ കോൺവെക്കേഷൻ സെറമണി ആയിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ 2 ബാച്ചുകാരുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസം നമുക്ക് അടുപ്പിച്ച്, അതായത് ഒരു മൺഡേയും ഒരു തേഴ്സ്ഡേയും എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്തവർക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളെ ആരും ഇല്ലാതെ ഇവിടെ ഇരുന്ന് പറയേണ്ടി വരും. എനിക്ക് ആരും ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്ത് എല്ലാവർക്കും റെക്കോർഡിംഗായിട്ട് ഇട്ട് തരും. അത്രേ ഉള്ളൂ. എന്തായാലും വർക്കിംഗ് ഡേ നമ്മൾ ഡിക്ലെയർ ചെയ്തല്ല, അപ്പൊ പിന്നെ ആ രീതിയിൽ തന്നെ പോണ്ടേ. ഓക്കെ, നമ്മളുടെ ചാപ്റ്റർ നമുക്കറിയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ പേരറിയാമോ? പറഞ്ഞേ, ഏതായിരുന്നു ചാപ്റ്റർ പഠിക്കണേ? യെസ്, ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ആണ്. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഒരു മൊഡ്യൂളുകളുടെ ഏറ്റവും അവസാനത്തെ മൊഡ്യൂളാണ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മള് എന്താണ് എന്താ പറയാ നമ്മളുടെ ഗ്രീവിയൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ഒരു ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ എംപ്ലോയീസ്. അത് ചിലപ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ചില എംപ്ലോയീസ് അവർ തന്നെ സ്വന്തമായിട്ട് മനസ്സിലിങ്ങനെ ആലോചിച്ച് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും ഗ്രീവിയൻസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഗ്രീവിയൻസ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും അതോടൊപ്പം തന്നെ ഗ്രീവിയൻസ് which was defined by different people. ഓരോ ആളുകളും എന്താ പറയാ അവരവരുടേതായ ഐഡിയാസിൽ എങ്ങനെയാണ് ഗ്രീവിയൻസിനെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അത് കൂടാതെ 3 ഫോംസ് ഓഫ് ഗ്രീവിയൻസ് കൂടി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 3 രീതിയിലുള്ള 3 ഫോംസ് ഓഫ് ഗ്രീവിയൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 3 ഫോംസ്? 3 ഫോംസ് ഓഫ് ഗ്രീവിയൻസ് ഏതൊക്കെയായിരുന്നു? ഫാക്ച്വൽ, യെസ്. പിന്നെ ഫാക്ച്വൽ,
ആക്ച്വലി അത് പറഞ്ഞോളാം. ഓക്കെ, ബാക്കി പറയാം. ഞാൻ വായിച്ചു നോക്കിയതായിരിക്കും. നോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇമാജിനറി പറഞ്ഞതാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ വായിച്ചു പോയിട്ട് ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. ഇത് കാണാനില്ലല്ലോ നമ്മുടെ. Okay. ഇതിനകത്ത് പേജ് നമ്പർ ഒന്നും ഇല്ലടാ. ഉണ്ടല്ലേ, ശരിയാണ്, പേജ് നമ്പർ ഉണ്ട്. ഓക്കെ, കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രീവിയൻസ് ഹാൻഡിലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും അതോടൊപ്പം തന്നെ കുറച്ച് ഡെഫിനിഷൻസ് which was given by Keith Davis, Professor Jusius and also Daily Order. ഇവരൊക്കെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഡെഫിനിഷൻസും അതല്ലാതെ ഒരു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഡെഫിനിഷനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പിന്നെ ഫോംസ് ഓഫ് ഗ്രീവിയൻസ് ആണ്. ഒന്നാമതേത് ഫാക്ച്വൽ ആണ്, FACTUAL ആണ് കേട്ടോ. ഫാക്ച്വൽ എന്താ പറയാ, ഈ പറയുന്ന പോലെ ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. when we enter into an employment, ഒരു എംപ്ലോയ്മെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ there will be a relationship between the employer and the employee according to the contract of that employment, അല്ലെ? ആ ഒരു ജോലിയുടെ കരാറ് പ്രകാരം അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള റിലേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ ആ ഒരു ജോലിയുടെ എന്തൊക്കെ കരാറുകളാണോ അവർ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുക, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു പ്രധാനമായിട്ടും എഴുതി വെച്ചിരിക്കുന്ന ഒരു കരാറുണ്ടായിരിക്കും. ഇതെല്ലാം ഞാൻ ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടാണ് നമ്മൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെ? അപ്പൊ അക്കോർഡിംഗ് ടു ദാറ്റ് സ്പെസിഫിക് നോംസ് അല്ലെങ്കിൽ സ്പെസിഫിക് റൂൾസ് which is provided by the employment, ആ എംപ്ലോയ്മെന്റ് നമുക്ക് നമ്മളോട് ആവശ്യപ്പെടുന്ന ചില നിയമങ്ങൾ, ചില എന്താ പറയാ റൂൾസ്, റെഗുലേഷൻസ്, അതൊക്കെ ആ ഒരു എംപ്ലോയിയുടെ എന്താ പറയാ എക്സ്പെക്ടേഷൻ. അതായത് ഞാനിപ്പോ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ എന്റേതായ ചില ആവശ്യങ്ങൾ, ഒരു റിക്വയർമെന്റ്സുകൾ മീറ്റ് ചെയ്യണം, അല്ലെ? എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഈ ഒരു ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും കൂടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അപ്പൊ അതും കൂടി വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ എംപ്ലോയീസിനും ഓരോ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ആ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നതോടൊപ്പം we have to also follow the norms or regulations which is given in the contract. ആ ഒരു എംപ്ലോയി കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്ന നിയമങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ നമ്മൾ എന്താ പറയാ റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ when these expectations, നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ if it is not provided by the management, അവിടെയുള്ള ഓർഗനൈസേഷൻ നമുക്ക് തരുന്നില്ല എങ്കിൽ employee gets dissatisfied, അല്ലെ? എന്ത് ചെയ്യുന്നു? ആ എംപ്ലോയിക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയി മാറുന്നു, അതൃപ്തി തോന്നുന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഒരു ജോലിക്ക് പ്രവേശിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ആ ഒരു നിയമങ്ങൾ അവർ അഗ്രി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോലിക്ക് കയറുന്നത്. പക്ഷെ പോകെ നമ്മളുടെ ആ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ കിട്ടാതെ വരുമ്പോ, ലഭ്യമാകാതെ വരുമ്പോ അത് നമ്മളുടെ എംപ്ലോയിയുടെ അതൃപ്തിക്ക്, അസംതൃപ്തിക്ക് കാരണമാകുന്നു. അതിനൊരു എക്സാമ്പിൾ അവർ പറഞ്ഞു, ഫാക്ച്വൽ, അതിനെയാണ് നമ്മൾ ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന്. അതിന് എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ എംപ്ലോയീസിന് എന്താ പറയാ, ഒരു മാസം കഴിയുമ്പോ അല്ലെങ്കിൽ 6 months കഴിയുമ്പോ അവിടെ 2 ഫയലും കൊടുക്കും. അവിടെ 7, 6 എന്ന് പറഞ്ഞ ഗൈഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സോറി. ഓക്കെ,
അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ എംപ്ലോയീസിനെ നെക്സ്റ്റ് മന്ത് തുടങ്ങി അല്ലെങ്കിൽ ആഫ്റ്റർ 1 ഇയർ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷെ അത് ലഭ്യമാകാതെ വരുമ്പോ അല്ലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത മാസം അതില് എന്താ പറയുന്ന സാലറി കൂട്ടിത്തരാന്ന് പറയും. നമ്മൾ നോക്കിയിരിക്കും, കാരണം നമ്മൾക്ക് നമ്മളുടേതായ ആവശ്യങ്ങളുണ്ട്. പിന്നെ അവർ പറയുന്നതെല്ലാം ആ കരാർ പ്രകാരം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമുക്കത് കിട്ടണം അല്ലെ. കിട്ടാതെ പോകുമ്പോൾ വി ഫീൽ സം ഡിസപ്പോയിന്റ്മെന്റ്. നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കൊരു അതൃപ്തി തോന്നും അല്ലെ, ഒരു നിരാശ തോന്നും. അതിനെയാണ് നമ്മൾ ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് വിളിക്കാം. ഇനി മറ്റൊന്ന് ഇമാജിനറി ആണ്. ഇമാജിനറി ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇമാജിനറി ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഇതും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷേ ഇറ്റ് ഈസ് ഡ്യൂ ടു എ റോങ് പെർസെപ്ഷൻ ഓർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെ. അതായത് ഒരു എംപ്ലോയിക്ക് സാറില്ല കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി പറയാം. അതായത് ചില ആളുകള് എംപ്ലോയീസ് നമ്മളുടേതായ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റോങ് പെർസെപ്ഷൻ, നമ്മൾ ചിന്തിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിനെ തെറ്റായ രീതിയിൽ എടുക്കുന്നു. അതാണ് നമ്മുടെ കുഴപ്പം കൊണ്ട് വന്നതാ. മനസ്സിലായോ? അതാണ് ഇമാജിനറി. ഇമാജിനറി വാക്കന്നെ ആലോചിക്കും നിങ്ങള്, സാങ്കല്പികമാണ്. നമ്മൾ വിചാരിക്കുകയാണ് അതിങ്ങനെയായിരിക്കുമെന്ന്. പക്ഷെ ആക്ച്വലി അതല്ല. മാനേജ്മെന്റ് വേറെ ഏതെങ്കിലും പോസിറ്റീവായ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അക്കോർഡിംഗ് ടു അവർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അതിനെ എന്താ പറയാ ആലോചിച്ച്, ചില ആളുകളുണ്ട് എന്തെങ്കിലും കാണുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് എടുക്കുന്ന നെഗറ്റീവ് മനോഭാവമായിരിക്കും അവരുടെ മുമ്പിലേക്ക് പെട്ടെന്ന് തെളിഞ്ഞു വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ അത് പോസിറ്റീവ്സിലേക്ക് എത്തുള്ളൂ. ചില ആളുകൾ അങ്ങനെയാണ് അല്ലെ. അത് എല്ലാവരുടെയും, അത് ചില ആളുകളുടെ നേച്ചറിലുള്ള ഇൻബോൺ ആയിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകൾ അങ്ങനെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക. ഓക്കെ, സോ അങ്ങനെയുള്ള അതിന്റെ റോങ് പെർസെപ്ഷൻ കൊണ്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊടുത്തിരിക്കുന്ന ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊണ്ട്, ഇപ്പൊ എഴുതേ ഞാനിവിടെ ജോലി ചെയ്യണം, അപ്പൊ എന്നെ കുറിച്ച് ഒരു കാര്യം എന്താ പറയാ ആരെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ടീച്ചറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ചിന്തിച്ചു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ മാനേജ്മെന്റ് ചിന്തിച്ചേക്കണം എന്ന് പറഞ്ഞ ഒരു തെറ്റായ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുക, എനിക്ക് കിട്ടുക. സോ ഐ ഫീൽ ഡിസപ്പോയിന്റഡ്. അപ്പൊ എനിക്ക് എന്ത് സംഭവിക്കും? ഇത്രയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ കുറിച്ച് അങ്ങനെ ഇത് പറയുമ്പോ നമുക്ക് എന്തായാലും സന്തോഷം തോന്നില്ല അല്ലെ. നമുക്ക് എന്ത് തോന്നും? ചെയ്യുന്ന ജോലിയോട് തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നും. ഞാൻ എന്തിന് ഇത്രയും കഷ്ടപ്പെടണം അല്ലെ, ഞാൻ ഇത്രയും കാര്യമായിട്ടൊക്കെ വന്ന് ചെയ്തിട്ട് എന്റെ ഡ്യൂട്ടീസ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നു. സോ എന്നിട്ട് ഇത് മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വരിക. ചിലപ്പോ അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അതൊരു റോങ് ഇൻഫോർമേഷൻ ആണ്. ഇങ്ങനെ ഉണ്ടാകാവുന്ന ഗ്രീവിയൻസ്, അതിനെയാണ് നമ്മൾ ഇമാജിനറി. ഇറ്റ് ഈസ് ഇമാജിൻഡ് ബൈ ദ എംപ്ലോയി വിച്ച് ഈസ് നോട്ട് ആക്ച്വലി ടേക്കൺ പ്ലേസ്. ശരിയായ രീതിയിൽ നടന്നതല്ല, പക്ഷെ എംപ്ലോയീസ് അത് ഇമാജിൻ ചെയ്തെടുത്തു. ദാറ്റ്സ് ഓൾ. മനസ്സിലായോ? ഇമാജിനറി എന്താ പറയാ ഗ്രീവിയൻസ് മനസ്സിലായോ? ക്ലിയർ ആയോ? ആരെങ്കിലും ക്ലിയർ ആകാത്തുണ്ടെങ്കിൽ വേഗം പറയണം. അതല്ലെങ്കിൽ ഞാൻ വീണ്ടും അടുത്തതിലേക്ക് പോകും. ക്ലിയർ ആയി എങ്കിൽ നിങ്ങൾ മൗനം സമ്മതമായി എടുക്കും. മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീണ്ടും ഒന്നുകൂടി പറയും. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, സോ ദിസ് റോങ് പെർസെപ്ഷൻ, ഇതുപോലെയുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻകറക്റ്റ് ഇൻഫർമേഷൻ മറ്റുള്ള എംപ്ലോയീസിലേക്ക് പാസ് ചെയ്യുക, ഇത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു ലോങ് ടേം ഇതിനെ ബാധിക്കും. എന്ന് വെച്ചാൽ ഇറ്റ് വിൽ മേക്ക് ലോങ് ടേം ഇമ്പാക്ട് ഓൺ ദ ഓർഗനൈസേഷൻ. എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അനന്തര ഫലം കുറച്ച് നീണ്ടതായിരിക്കും, കുറച്ച് നാളത്തേക്ക്. കാരണം ഇതിങ്ങനെ ഇമാജിൻ ചെയ്ത് മനസ്സിലിട്ട് കൂട്ടി പെരുക്കി അതിന്റെ ചെറുത് എന്നുള്ളതിനെ നമ്മൾക്ക് വലുതാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയൊരു കാര്യമായിരിക്കാം, അത് നമ്മൾ പറഞ്ഞും മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചും പെരുകിക്കൊണ്ടിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യും? അത് സ്വാഭാവികമായിട്ട് ആ ഒരു ഗ്രീവിയൻസ് അങ്ങനെ വളർന്ന് അത് ഇറ്റ് മേ ഡെവലപ്പ് ഇൻ ടു ദ നെഗറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ എമംഗ് ദ എംപ്ലോയീസ്. അത് ചിലപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ ഒരു ആളോട് പറയുന്നു, ആള് വേറൊരാളോട് പറയുന്നു, അങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് എംപ്ലോയീസിലേക്ക് മുഴുവൻ അത് പടരും. ആ പടർച്ച എന്തിനെ ബാധിക്കും? നമ്മുടെ ഓർഗനൈസേഷന്റെ നെഗറ്റിവിറ്റിക്കാണ് അവിടെ കൊടുക്കുക പ്രാധാന്യം. എന്ന് വെച്ചാൽ അവിടെ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ആ ഓർഗനൈസേഷനെ കുറിച്ച് ഉണ്ടാക്കുക. ഓ അങ്ങനെയാണോ, ശരിയാണല്ലോ, അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്തത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ്, എന്തിന് ആളോട് അങ്ങനെ ചെയ്തു അല്ലെ, എല്ലാവരുടെയും ഇടയിൽ അടുത്ത ദിവസം നമുക്കും ഇങ്ങനെ ആകാം എന്നൊക്കെ ഒരു മൈൻഡൊക്കെ ആളുകളുടെ ഇടയിൽ വരും. അത് ആ ഓർഗനൈസേഷന്റെ നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് this type of imaginary grievance should be handled efficiently and also as soon as possible. എത്രയും പെട്ടെന്ന് ഇത്തരം തരത്തിലുള്ള ഇമാജിനറി ഗ്രീവിയൻസുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് എത്രയും പെട്ടെന്ന് നല്ല കാര്യക്ഷമമായിട്ട് അത് പരിശോധിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യണം,
അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കണം. അതിനെയാണ് നമ്മളിപ്പോ ഇമാജിനറി ഗ്രീവിയൻസ്. ക്ലിയർ ആയോ നോക്ക്? ഒന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കാം. അടുത്തേക്ക് ഞാനിപ്പോ പോകും. പറഞ്ഞു തന്നതാണ്. ഓക്കെ, അടുത്തേക്ക് പോകട്ടെ. പെട്ടെന്ന് ചാടിപ്പറ. മഴയത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതായതുപോലെ അവലെ സ്ട്രോങ് ആയിട്ട് നിൽക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? മഴയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. കാറ്റും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നല്ല കാറ്റൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സേഫ് ആയിട്ടിരിക്കുക. കാറ്റും ഉണ്ടാകുമെന്നും ന്യൂസും ഉണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. അപ്പൊ 3 ഫോംസ് ഓഫ് ഗ്രീവിയൻസുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഫാക്ച്വൽ ആണ്, രണ്ടാമത്തേത് ഇമാജിനറി ആണ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ഡിസ്ഗൈസ്ഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അതായത് ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ഗൈസ്ഡ് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ല എന്താണ് സംഭവം. ഓക്കെ, ആക്ച്വലി എന്താ നടക്കുന്നതെന്ന് അറിയില്ല, അതാണ് പറഞ്ഞേക്കണേ. When an employee is not aware about the reasons for dissatisfaction, എന്തിനാണ് തനിക്ക് അസംതൃപ്തി, എന്തുകൊണ്ടാണ് ഇത് എവിടെ നിന്ന് വന്നത് എനിക്കറിയില്ല, എന്തോ ഒരു മടുപ്പ്, എന്തോ ഒരു അസംതൃപ്തി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ തോന്നുക ചില എംപ്ലോയീസിന്. അങ്ങനെ ഒരു അവസ്ഥ. ബട്ട് ഹി ഈസ് നോട്ട് അവെയർ ഓഫ് ദ റീസൺ. പക്ഷെ എന്താണ് അതിന്റെ കാരണം എന്ന് ആൾക്ക് മനസ്സിലാകുന്നില്ല. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില നീഡ്സ് നമ്മളുടെ സാറ്റിസ്ഫൈഡ് ആകാതെ വരുമ്പോൾ, എന്ന് വെച്ചാൽ നമുക്ക് മെന്റലി നമുക്ക് കിട്ടേണ്ട, ഇപ്പൊ നമുക്ക് ഭാഗികമായി കിട്ടേണ്ട കാര്യങ്ങളാണ് ഓർഗനൈസേഷനിൽ. നമ്മുടെ സാലറി കൃത്യമായി കിട്ടുക, വേണ്ട സമയത്ത് നമ്മൾ കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ കിട്ടുക, മറ്റു തരത്തിലുള്ള റിവാർഡുകൾ, ബോണസുകൾ, അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഫിസിക്കലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതേസമയം സൈക്കോളജിക്കൽ ആയിട്ട് ഓൾസോ വി ഹാവ് സം നീഡ്സ് ടു ബി സാറ്റിസ്ഫൈഡ്. ഓരോ എംപ്ലോയീസിന്റെയും മാനസികപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ കൂടി നിറവേറ്റേണ്ടത് ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സച്ച് ആസ് അപ്രീസിയേഷൻ. എങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്തു, അത് അവരുദ്ദേശിച്ചതിൽ നിന്ന് കുറച്ചുകൂടി നന്നായി ചെയ്തുവെങ്കിൽ വി ഷുഡ് ബി അപ്രീസിയേറ്റഡ്. എന്ത് ചെയ്യണം? നമുക്ക് അതിനുള്ള ഒരു ചെറിയ അപ്രീസിയേഷൻ, ഒരു അനുമോദനം അല്ലെ. ചിലപ്പോ മറ്റുള്ളവരെ, കുറച്ചു പേരെ, എന്താ പറയാ, ആ ഒരു ടീമിനെ, നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, ആ ഒരു ടീമിനെ വിളിച്ചിട്ട് ആള് ഇന്നത്രയും നമ്മുടെ ടാർഗറ്റ് ആയിരുന്നു, പക്ഷെ ആള് ഇത്രയും എന്ത് ചെയ്തു, സ്കോർ ചെയ്തു എന്നുള്ള ഒരു അപ്രീസിയേഷൻ അല്ലെ, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു അപ്രീസിയേഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി മാനർ ആളോട് കീപ്പ് ചെയ്യാം. അങ്ങനെയുള്ള പിന്നെ ചില എന്താ പറയാ, അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൽ മുൻപന്തിയിൽ വന്നു ഒരു അതോറിറ്റി, ഒരു അധികാരം, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഇല്ലാത്ത ഒരു കുറച്ചുകൂടി ഒരു പടി ഉയർന്ന ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതിനാണ് അധികാരം കൊടുക്കുക. അല്ലെങ്കിൽ ആൾക്ക് ഏതെങ്കിലും തരത്തില് എന്താ പറയാ, ചില വിജയമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ആ പൊസിഷനിലേക്ക് ആളെ കൊണ്ടുവരാം. ഇഫ് ദീസ് തിങ്സ് ഓൾ ദീസ് സൈക്കോളജിക്കൽ നീഡ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, ഇങ്ങനെയുള്ള ചില മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ സാധിക്കാതെ വരുമ്പോ അല്ലെങ്കിൽ തൃപ്തപ്പെടുത്താതെ വരുമ്പോഴാണ് ചില എംപ്ലോയീസിന് എന്തുണ്ടാകുക, അവർക്ക് ചില പ്രശ്നങ്ങൾ, ചില ഡിസാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടാം. പക്ഷെ അത് എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ട്, എന്തിന് എന്നുള്ളതൊന്നും ഇല്ല ഇവിടെ. പക്ഷെ സ്വന്തമായിട്ട് അങ്ങനെ തോന്നുക. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്ഗൈസ്ഡ് ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ എല്ലാവരും? ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, an employee who is not satisfied with the working conditions of the company may desire some appreciation and praise from his co-workers. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയിക്ക് ആള് ഡിസാറ്റിസ്ഫൈഡ് ആണ് അബൌട്ട് ദ വർക്കിംഗ് കണ്ടീഷൻസ്. അവിടുത്തെ എന്താ പറയാ, വർക്കിംഗ് ചുറ്റുപാടുകളൊന്നും പുള്ളിക്ക് വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, വലിയ ഇതൊന്നുമില്ല. പക്ഷേ എങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത വർക്കിംഗ് കണ്ടീഷനിലും അയാൾ വർക്ക് ചെയ്യാണ്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? കമ്പനി, ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഒരു അപ്രീസിയേഷൻ. കണ്ടോ, ചുറ്റുപാടൊക്കെ ഇച്ചിരി മോശമാണെങ്കിലും ആള് അത് നന്നായി ചെയ്യുന്നുണ്ട്. നമ്മള് പറയില്ലേ, ചെറിയ കുട്ടികളോടൊക്കെ പറയും, നമ്മൾ പറഞ്ഞു കൊടുക്കും, പണ്ടൊക്കെ നമുക്കിതൊന്നും ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, പഠിക്കാൻ ഇത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല, എങ്കിലും നമ്മൾ ഇതൊക്കെ പഠിച്ചെടുത്തു, അങ്ങനെ പഠിച്ചു വലിയവാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. അതായത് ചുറ്റുപാട് മോശമാണെങ്കിലും they had tried their best. അവർ അവരുടേതായ രീതിയിൽ ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എംപ്ലോയീസും വർക്കിംഗ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ കൂടി they desire some type of appreciation. ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? അവർ അപ്രീസിയേറ്റ് ചെയ്യണം. കണ്ടോ, ഇത്രയും ചുറ്റുപാടിൽ നിന്നിട്ട് ആള് ജോലി ചെയ്ത് എന്ത് ചെയ്തത്, പെർഫെക്റ്റ് ആയിട്ട് ആ ജോബ് ചെയ്തു തീർത്തത്. അപ്പൊ അതിനുള്ള അപ്രീസിയേഷൻസ് അയാൾക്ക് കൊടുക്കണം. അങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെ കോവർക്കേഴ്സിന്റെ ഇന്നോ മാനേജ്മെന്റിൽ നിന്നൊക്കെ ഒരു അപ്രീസിയേഷൻ ലഭ്യമാകുമ്പോൾ അത് ആൾക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. അതല്ല എങ്കിൽ ഹി വിൽ ബിക്കം ഡിസാറ്റിസ്ഫൈഡ്. അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക്
എന്താ പറയാ കൃത്യം ഉണ്ടാകില്ല. ഓക്കെ, ഇങ്ങനെയുള്ള എന്താ പറയാ നമ്മുടെ ഗ്രീവിയൻസുകളും ഷുഡ് ബി ഗിവൺ ഡ്യൂ കൺസിഡറേഷൻ. ഇങ്ങനെയുള്ള ഗ്രീവിയൻസുകളെയും എന്ത് ചെയ്യണം, അതിനെ മുഖവിലേക്ക് എടുക്കണം, അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല, എന്ന് വെച്ചാൽ അവഗണിക്കാൻ പാടില്ല. ഇറ്റ് വിൽ ലീഡ് ടു സം ഹാംഫുൾ കോൺസിക്വൻസസ്. അങ്ങനെ എങ്ങാനും നമ്മൾ നെഗ്ലക്ട് ചെയ്താൽ അത് തീർച്ചയായിട്ടും എന്തുണ്ടാകും, ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകുക, ദോഷഫലങ്ങളായിരിക്കും അതിന്റെ റിസൾട്ട് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രീസിയേറ്റ് ചെയ്യപ്പെടേണ്ട എംപ്ലോയീസിനെ അപ്രീസിയേറ്റ് ചെയ്യാം, അല്ലെ? അവർക്ക് വേണ്ട പ്രോത്സാഹനം അതാണ്, അല്ലെ? നമ്മൾക്ക് ചില സമയത്ത് കാശിനേക്കാൾ ഉപരി കിട്ടുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങൾ, അല്ലെ, അതൊക്കെയായിരിക്കും കുറച്ചും കൂടി നമുക്ക് സ്വീകാര്യമാകുക, അല്ലെ? അങ്ങനെ പറയാറില്ലേ, ചില അനുമോദനങ്ങൾ, ചില അപ്രീസിയേഷൻസ് അത് പൈസയേക്കാൾ മൂല്യമുള്ളതാ. അപ്പൊ ചില ആളുകളിൽ നിന്ന് അത് കിട്ടുമ്പോൾ, ചില ആളുകളുടെ വാക്കുകൾ നമുക്കത് വളരെയധികം സാറ്റിസ്ഫൈഡ് ആക്കും. സോ അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ the workers or the employees become dissatisfied. Such type of grievance is called disguised grievance. Clear ആയോ? മനസ്സിലായോ? 3 ഫോംസ് ഓഫ് ഗ്രീവിയൻസുകൾ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? വേഗം പറയേ, യെസ് ഓർ നോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മള് ഈ ഗ്രീവിയൻസ് എവിടെ നിന്നൊക്കെയാ വന്നെ, എങ്ങനെയൊക്കെയാണ് ഈ ഗ്രീവിയൻസ് ഉണ്ടാകുക, ഗ്രീവിയൻസിന്റെ സോഴ്സുകളാണ് നമ്മൾ പറയാൻ പോണേ, ഉറവിടങ്ങള്. അതായത് എങ്ങനെ, എവിടെ നിന്ന് വരുന്നു ഈ സാധനം, ഈ ഒരു എന്താ പറയാ പരാതികള്, പരിഭവങ്ങള്, ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകണേ, എവിടെ നിന്നൊക്കെയാ വരാൻ സാധ്യതയുള്ള ചില സോഴ്സസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഗ്രീവിയൻസ് വരുന്ന വഴി. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് പറയുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. സോഴ്സ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഗ്രീവിയൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രീവിയൻസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് വർക്കിംഗ് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ഗ്രീവിയൻസ്. ഇങ്ങനെ പ്രധാനമായിട്ടും വി ക്യാൻ ക്ലാസിഫൈ ദ സോഴ്സ് ഓഫ് ഗ്രീവിയൻസ് ബ്രോഡ്ലി ഇൻടു 3. മൂന്നായിട്ട് വിശാലമായിട്ട് 3 രീതിയിൽ നമുക്ക് ഗ്രീവിയൻസിന്റെ സോഴ്സുകളെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മാനേജ്മെന്റിന്റെ പ്രാക്ടീസ്, രണ്ടാമത്തേത് എംപ്ലോയീസിന്റെ എന്താ പറയാ ഓക്കെ മാനേജ്മെന്റിന്റെ പ്രാക്ടീസ്, രണ്ടാമത്തേത് പേഴ്സണൽ മാനേജ്മെന്റുമായിട്ടുള്ള ഡീലിങ്സ്, ആൻഡ് തേർഡ് വൺ ഈസ് വർക്കിംഗ് കണ്ടീഷൻസിൽ ഉണ്ടാകാവുന്ന ഉടലെടുക്കാവുന്ന ചില ഗ്രീവിയൻസുകൾ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓരോന്നും. ആദ്യത്തേത് മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ്, വിച്ച് ക്യാൻ ബി അറൈസ്ഡ് ഫ്രം, ദാറ്റ് മീൻസ് ദ ഗ്രീവിയൻസ് ക്യാൻ ബി അറൈസ്ഡ് ഐദർ ഫ്രം മാനേജ്മെന്റ് പ്രാക്ടീസസ്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്തത് കൂടിപ്പോയതോ ഒക്കെ കാരണമാകാം ഗ്രീവിയൻസിന്. ഓക്കെ, സോ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഗ്രീവിയൻസുകൾ ഏതൊക്കെയാണെന്ന് വീണ്ടും അതിന്റെ സബ് പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് മാനേജ്മെന്റ് സ്റ്റൈലാണ്. സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് എൻഗേജ്മെന്റ് ആകാം, അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ആകാം. അതായത് മാനേജ്മെന്റിന്റെ ഒരു സ്റ്റൈല്. ചില സ്ഥാപനങ്ങളുണ്ട് മാനേജ്മെന്റ് ഇങ്ങനെ ഭയങ്കര ബലം പിടിച്ച്, അല്ലെ, ഭയങ്കര സ്ട്രിക്റ്റ്, അതായത് എംപ്ലോയീസുമായിട്ടൊക്കെ ഇടപഴകി കഴിഞ്ഞാൽ ചിലപ്പോ അത് ഭയങ്കര മോശമാണ്, അല്ലെ, എംപ്ലോയീസ് ആയിട്ട് നിൽക്കണം, അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി. അതൊക്കെ പണ്ടത്തെ കാര്യമാണ്, അല്ലെ? പണ്ടത്തെ ഓർഗനൈസേഷനിൽ അങ്ങനെ, ഞങ്ങൾ മുതലാളിമാരാണ്, ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ഉടമസ്ഥര്, സോ ഞങ്ങൾ അവിടെ തലപ്പത്ത് ഇങ്ങനെ എന്താ പറയാ ഭയങ്കര നെറ്റി വിരിച്ച് ഇങ്ങനെ തലയെടുപ്പോടും കൂടി നിൽക്കുള്ളൂ. താഴെ നമ്മളുടെ സ്ഥാപനത്തില് ജോലി ചെയ്യുന്നവരൊക്കെ നമ്മളുടെ എന്താ പറയാ സംടൈംസ് പണ്ടത്തെ കാലങ്ങളിൽ ട്രീറ്റഡ് ലൈക്ക് സ്ലേവ്സ്, അല്ലെ, അടിമകളെ പോലെയൊക്കെ പരിഗണിച്ചിരുന്നു ജോലിക്കാരെയൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം തന്നെ, അല്ലെ? ആലോചിച്ച് നോക്കിയേ, പറ്റില്ല. ഓക്കെ, സോ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ, ഏകാധിപത്യ ഒരു രീതി, അതാണ് പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെന്റിന്റെ ഏകാധിപത്യ രീതി ചില സ്ഥലങ്ങളിൽ, ചില ഓർഗനൈസേഷനിൽ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ അധിപരാണ്, അധികാരമുള്ളവരാണ്, ഞങ്ങൾക്ക് എന്തും ഡിസൈഡ് ചെയ്യാം, എന്തും പ്രാക്ടിക്കൽ ആക്കാം. ഇറ്റ് ഈസ് ഓൾ ടു ബി ഡൺ ബൈ ദ എംപ്ലോയീസ്. എന്ത് ഞങ്ങളുടെ ഐഡിയാസ് കൊണ്ടുവരുമ്പോ, എന്ത് പ്രാവർത്തികമാക്കിയാലും അതിന്റെ അനന്തരഫലം ആരനുഭവിച്ചോളണം, എംപ്ലോയീസ് അനുഭവിച്ചോളണം. ആ ഒരു രീതി, അതാണ് ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? ഓട്ടോക്രാറ്റിക്, അല്ലെ? അങ്ങനെയല്ലേ ഇതിന്റെ മീനിങ്? ആണോ? സ്വർണ്ണോ? ഉറങ്ങിപ്പോവില്ലേട്ടാ, മഴയൊക്കെ പെയ്യുന്നുണ്ട് നന്നായിട്ട്, പുറത്ത് ചിലപ്പോ ഉറക്കമൊക്കെ വരും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ആകെ കുറച്ച് പേരുള്ളൂ. യെസ്,
ഓക്കെ, അപ്പോ ഒന്ന് മനസ്സിലാവണ്ടെങ്കിൽ ഒരു സംഭവം യെസ്സോ ഞാൻ ചോദിക്കുമ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇല്ലേ, അപ്പൊ ഇങ്ങനെ, അതായത് ചില ഓർഗനൈസേഷൻസിൽ അങ്ങനെയാണ്, ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആയിരിക്കും. ഏകാധിപത്യം പോലെ, ക്യാപിറ്റലിസം എന്ന് നമ്മൾ പറയണ്ട. ക്യാപിറ്റലിസം സോഷ്യലിസം ഒക്കെ ഒരു വശം അതൊക്കെ ഉണ്ട്, അത് ചില കൺട്രീസില് അല്ലെ, അതായത് അതൊക്കെ പണ്ടത്തെ രീതിയാണ്. അങ്ങനെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് ഇതിന്റെയൊക്കെ എല്ലാം അധികാരമുള്ളവര്, നിങ്ങൾ ജോലി ചെയ്യാൻ മാത്രം, അങ്ങനെയല്ല. പക്ഷെ ഇന്ന് ഓൾറെഡി എംപ്ലോയീസിനെ വരെ, എംപ്ലോയീസിന്റെ ഹെഡിനെ വരെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മാനേജ്മെന്റും ഉണ്ട്. അതാണ് പറഞ്ഞേക്കുന്നത് അടുത്തയില്. ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓൺ ദ അതർ ഹാൻഡ് എന്ന് മനസ്സിലായോ? ചില വിഭാഗങ്ങളില്, ചില ഓർഗനൈസേഷനിൽ എന്തുണ്ട്, എല്ലാത്തിലും എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ ഏകാധിപത്യ രീതിയിലുള്ള മാനേജ്മെന്റും അതുപോലെ തന്നെ പങ്കാളിത്ത സ്റ്റൈലിലുള്ള മാനേജ്മെന്റും ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇറ്റ് മേ കോസ് ഗ്രീവിയൻസ് എമംഗ് ദ വർക്ക് ഫോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് പറ്റും, വർക്ക് ഫോഴ്സിന്റെ ഇടയിൽ, അതായത് നമ്മുടെ മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സുകൾ അല്ലെങ്കിൽ എംപ്ലോയീസ്, അവരുടെ ഇടയിൽ പലതരത്തിലുള്ള ഗ്രീവിയൻസുകൾക്ക് കാരണമാകും. സോ വാട്ട് ഈസ് ദ സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റിന്റെ സ്റ്റൈൽ ഏതാണ്? ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ആണോ, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആണോ? ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ആരും പ്രിഫർ ചെയ്യില്ല. കാരണം അവര് എന്താ പറയാ, എപ്പോഴും ഇങ്ങനെ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവര് ഇന്നത്തെ കാലത്ത് ഈ പ്രസന്റ് സിറ്റുവേഷൻസിലൊന്നും ഓട്ടോക്രാറ്റിക് സ്റ്റൈലിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. കാരണം അവര് എങ്ങനെയാണ് ആളുകളെ കാണുന്നത്, അവര് എന്താ പറയാ, ആളുകളെ എപ്പോഴും ജോലി ചെയ്യാനുള്ളവര്, നമ്മളുടെ എന്താ പറയാ, ഇതിന് പറ്റുന്ന ആൾക്കാരല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ജോലി ചെയ്യാനുള്ളവര്, അവരെ മറ്റു കാര്യങ്ങൾക്കൊന്നും അപ്രീസിയേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ ഇന്ന് അങ്ങനെയല്ല, നമ്മൾ എല്ലാവരെയും ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ് ആളുകൾ കൂടുതലും അപ്രീഷിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ കൂടെ നിന്ന് അവർക്ക് വേണ്ട എന്താ പറയാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. ഇങ്ങനെ പാർട്ടിസിപ്പേഷൻ സ്റ്റൈലാണ് കൂടുതലും ആളുകൾ പ്രിഫർ ചെയ്യുക, എംപ്ലോയീസ് പ്രിഫർ ചെയ്യുക. അല്ല എങ്കിൽ ഈ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഗ്രീവിയൻസ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ മതി. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. മാനേജ്മെന്റ് പ്രാക്ടീസില് മാനേജ്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സോഴ്സ് ഓഫ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കുക വേഗം. മനസ്സിലായെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഓക്കെ, മാനേജ്മെന്റ് സ്റ്റൈൽ ഒന്ന് വായിച്ചു നോക്കാട്ടെ. അവിടെ കിടക്കുന്ന സെന്റൻസ് വായിച്ചു നോക്കാം. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ. എന്നിട്ട് autocratic style of management and at the one end and participative style on the other may cause grievance among the workforce in an organization. A sentence underline cheya. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആണ് ആളുകൾക്ക് കൂടുതൽ അപ്രീസിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇന്നത്തെ ആളുകളെ എംപ്ലോയീസ് ഒക്കെ എല്ലാവരും വെൽ ക്വാളിഫൈഡ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ആൾക്കാരൊന്നും പറഞ്ഞാൽ എന്താ പറയാ, ഞങ്ങൾ പറയുന്നത് കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമില്ല. അവർ ഇട്ടിട്ട് പോയി കളയും. കാരണം they may get another opportunity because they are qualified and also educated. കാരണം നമുക്കിപ്പോ ഇതില്ല എങ്കിൽ, എനിക്ക് എന്റെ വിദ്യാഭ്യാസം ഉണ്ട്, എന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ടിട്ട് വേറെ സ്ഥലത്ത് പോകാം. ഇന്ന് എല്ലാവരും തന്നെ ഇന്ന് അത്രയധികം ക്വാളിഫൈഡ് ഇല്ലാത്ത ആളുകൾ, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. ഓക്കെ, എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ലിറ്ററേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ ആ ഒരു എന്താ പറയാ പൊസിഷൻ അല്ലെങ്കിൽ അവരുടേതായ ഒരു റെസ്പെക്ട് എംപ്ലോയ്മെന്റിൽ കിട്ടണം അല്ലെ. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബഹുമാനം ഒക്കെ നമ്മൾ അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ലഭിക്കണം. ഇത് ലഭിക്കാതെ വരുമ്പോൾ ഗ്രീവിയൻസ്, അതായത് അവർക്ക് എന്ത് തോന്നും, ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് വൺ സോഷ്യൽ ഡിസ്റ്റൻസ് ആണ്. മാനേജ്മെന്റ് പ്രാക്ടീസസിൽ മറ്റൊന്ന് വരുന്നതാണ് സോഷ്യൽ ഡിസ്റ്റൻസ്. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് പലപ്പോഴും ഉപയോഗിച്ചതാ. എപ്പോഴാണ്? കൊറോണ വന്നപ്പോ അല്ലെ. കീപ് സോഷ്യൽ ഡിസ്റ്റൻസ്, ഒരു അകലം പാലിക്കുക എന്നുള്ളത് അല്ലെ. അകലം പാലിക്കുക. ഈ അകലം പാലിക്കാൻ ഇന്നത്തെ കാലത്ത് എംപ്ലോയ്മെന്റിൽ, അതായത് ഒരു ജോലി സ്ഥാപനത്തിൽ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് ദ മാനേജർ, അതായത് ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചാണ്
ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയറും അതുപോലെ തന്നെ വർക്കേഴ്സും തമ്മിൽ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നൊരു ബന്ധമാണ് ഉള്ളത്. ഇത് എന്ന് പറയുന്നത് ഇന്ന് എന്താ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങൾക്കും എന്താ പറയാ വഴിതെളിക്കും. എന്ന് വെച്ചാൽ ക്ലാസ്, അതായത് ഓരോ ആളുകളുടെ കാസ്റ്റ്, അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങള്, ഇതിലൊക്കെ ആളുകൾ മാനേജ്മെന്റ് വർക്കേഴ്സിനെ കൂട്ടാതിരിക്കുക. ആൻഡ് ഓൾസോ അവർ വിചാരിക്കും, മാനേജ്മെന്റ് വിചാരിക്കുകയാണ് എന്താണ്, ഞങ്ങളുടെ ഇതിനേക്കാൾ ക്ലാസ്സിനേക്കാൾ ഒരു ലോവർ സ്കെയിൽ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലുള്ളതാണ് വർക്കേഴ്സ് എന്നൊക്കെ കൺസിഡർ ചെയ്യും അല്ലെ. അങ്ങനെയൊക്കെയുള്ള സർക്കംസ്റ്റാൻസിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ് മേ കോസ് ഗ്രീവിയൻസ്. അങ്ങനെ വരുമ്പോ ആളുകളുടെ ഇടയിൽ, എംപ്ലോയീസിന്റെ ഇടയിൽ എന്ത് ചെയ്യാം, ഗ്രീവിയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ വരും. കാരണമല്ല മാത്രമല്ല they will not effectively work against the organization. ഓർഗനൈസേഷനുണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യാനും തോന്നില്ല. കാരണം ഒരു അകലം പാലിച്ചിരിക്കുകയാണ്. നമ്മളെ ഇങ്ങനെ എപ്പോഴും ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലുള്ള ആളുകളായിട്ട് പരിഗണിക്കുന്നു ആരെ, എംപ്ലോയീസിനെ. അങ്ങനെ വരുമ്പോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വർക്കേഴ്സിനോട് പെരുമാറുകയാണെങ്കിൽ അത് എന്തിന് കാരണമാകും, ഗ്രീവിയൻസിന് കാരണമാകും. അപ്പൊ ഗ്രീവിയൻസിനെ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങൾ എന്താ പറയാ കീപ്പ് ചെയ്യാതെ, അത്തരം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാതെ അവരെ ചേർത്ത് നിർത്തി അല്ലെ കാര്യങ്ങള് ശരിയായ രീതിയിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി അവരെ കൂടി ഒപ്പം നിർത്തുക. ഇന്നൊക്കെ അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് ഒന്നും കാണാൻ പോലുമില്ല. ഒരു ഓർഗനൈസേഷനിലൊന്നും ചെന്ന് നോക്കിയേ, ഡിഫറെന്റ് കാസ്റ്റിലുള്ള ഡിഫറെന്റ് ക്ലാസ്സിലുള്ള, നമ്മൾ കാസ്റ്റ് പോലെ ചോദിക്കാൻ പാടില്ല എന്നാണ് അല്ലെ. അത്തരം ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു റൂഫിന്റെ കീഴിൽ വർക്ക് ചെയ്യാണ്. സോ ദർ ഇസ് നോ നീഡ് ഓഫ് എനി ഡിസ്ക്രിമിനേഷൻ. അത്തരം ഡിസ്ക്രിമിനേഷൻസ് പാടില്ല. പക്ഷെ എങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അത്തരം സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെയും എംപ്ലോയീസിന് എന്താ പറയാ ഗ്രീവിയൻസ് വരാൻ സാധ്യത. അങ്ങനെ ഉടലെടുക്കാവുന്ന അതും ഒരു ഗ്രീവിയൻസിന്റെ സോഴ്സ് ആണ് അല്ലെങ്കിൽ ഉറവിടമാണ്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കുക. സോഷ്യൽ ഡിസ്റ്റൻസ് വായിച്ചു നോക്കിയിട്ട് പറയാം. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടാ. പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. വായിച്ചോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. The relationship between the workers and the manager is characterized by social distance. Managers view the workers as someone who is on a much lower scale. ഏറ്റവും താഴ്ന്ന സ്കെയിൽ, ലോവർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ പേയ്മെന്റിന്റെ കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര വലിയ ഉയർന്ന ശമ്പളം മേടിക്കുന്ന ആൾക്കാര്, മറ്റവരൊരു ലോവർ സ്കെയിലുള്ള വരുമാനം വാങ്ങിക്കുന്ന, സാലറി വാങ്ങിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേജസ് വാങ്ങിക്കുന്ന ആൾക്കാര്. ആ ഒരു ഡിഫറൻസ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് മാനേജേഴ്സ് വർക്കേഴ്സിനെ കാണുന്നത് എങ്കിൽ അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? In this circumstances, the grievance system would not work in an effective way as the workers are hesitant to with their grievance. കാരണം അവർക്ക് എന്ത് തോന്നും, മടുപ്പ് തോന്നും. എന്തിന് നമ്മളിങ്ങനെ ജോലി ചെയ്യണം അല്ലെ? മാനേജ്മെന്റില് എങ്ങനെ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞ് എന്താ പറയാ, ചില ആളുകൾ ഉപയോഗിക്കുന്ന വാക്കാണ് പട്ടിപ്പണി അല്ലെ. അങ്ങനെ ചെയ്തിട്ടും the management is not satisfied with us. നമ്മളോട് ഒരു രീതിയിലും നമ്മളോട് സ്നേഹമോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ തൃപ്തി അവർ കാണിക്കുന്നില്ല, പ്രകടമാക്കുന്നില്ല. അവർ ഉയർന്ന സ്കെയിലിൽ ശമ്പളം വാങ്ങിക്കുന്നവര്, നമ്മള് ലോവർ സ്കെയിലില് ശമ്പളം മേടിക്കുന്നവര് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും? എംപ്ലോയീസിന് തീർച്ചയായും മടുപ്പ് തോന്നും. ആ മടുപ്പ് അതാണ് റിലക്റ്റൻസ് മീൻസ് മടുപ്പ് എന്നാണ്. ഹെസിറ്റൻസ് അതൊക്കെ മടുപ്പ് തന്നെയാണ് അർത്ഥം. ഓക്കെ, പറഞ്ഞോട്ടെ അടുത്ത പോയിന്റ്. ആ രണ്ട് സെന്റൻസും ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. മാനേജേഴ്സിന്റെ സെന്റൻസും ഫസ്റ്റ് സെന്റൻസും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങില് മാനേജ്മെന്റിന്റെ പ്രാക്ടീസസിൽ വരുന്നത് ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, 5 പറഞ്ഞിട്ടുണ്ട്. 5 പോയിന്റുകൾ അങ്ങനെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. ആ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന പോയിന്റ് ഇല്ലേ, ഒന്നാമത്തെ മാനേജ്മെന്റ് സ്റ്റൈൽ, 2 സോഷ്യൽ ഡിസ്റ്റൻസ്, 3 നമ്മൾ പറയാൻ പോവാണ് പേഴ്സണൽ പോളിസീസിന്റെ ഇംപ്ലിമെന്റേഷൻ. പേഴ്സണൽ പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് ഒരു ഓർഗനൈസേഷനിൽ തൊഴിലാളികളുമായി ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ചില നയങ്ങൾ അല്ലെ, അവരെങ്ങനെയൊക്കെയാണ്, അവർ എത്ര സമയത്തിന് വരണം, എത്ര സമയത്ത് പോകണം, പഞ്ചിങ് ടൈം ഉണ്ടെങ്കിൽ അതനുസരിച്ച് വരണം പോകണം, പിന്നെ അവർക്ക് എത്ര ഒരു മന്തില് ലീവ് ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് പോളിസീസ് പേഴ്സണൽ പോളിസീസിൽ ഇൻക്ലൂഡ് ആണ്. പേഴ്സണൽ മീൻസ് PERSONNEL ആണ് കേട്ടോ. തൊഴിൽ നയങ്ങൾ, ഒരുപാട് തൊഴിൽ നയങ്ങളൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ റിട്ടേൺ ഫോമിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ റിട്ടേൺ ഫോമിൽ എഴുതി വെച്ചിരിക്കുന്ന പോളിസീസിന്റെ ഇംപ്ലിമെന്റേഷൻ, അത് നടപ്പിലാക്കുന്ന ചില രീതികളുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് എന്തിനാണ് പേഴ്സണൽ പോളിസീസ്? ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇങ്ങനെയുള്ള തൊഴിൽ നയങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകാനാ. ഓരോ എംപ്ലോയീസിനും ഓരോ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിയമങ്ങളാക്കി ഇങ്ങനെ എഴുതി വെച്ചാൽ എന്തുണ്ടാവില്ല, പല തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ നമുക്ക് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗ്രീവിയൻസ് ഒഴിവാക്കാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ when they are implementing such policies, ഇങ്ങനെയുള്ള പേഴ്സണൽ പോളിസീസ് നടപ്പിലാക്കുന്നുണ്ട് എന്നറിയോ, ഒരു ക്രമക്കേട് നടത്തും. ഒരാൾക്ക് ഒരു രീതിയിൽ ആ നയം, വേറൊരാൾക്ക് അതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ കാണിക്കുന്നു. കണ്ടോ? അപ്പൊ തൊഴിൽ നയങ്ങളുടെ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോ, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുമ്പോ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ, if the personal policies do not serve the purpose for which they are formed, എന്തിനു വേണ്ടിയിട്ടാണോ തൊഴിൽ നയങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് അത് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ it may be the reason for grievance. അതെന്തിനു കാരണമാകും? ഗ്രീവിയൻസിന് കാരണമാകും. തീർച്ചയാണ്. ഇപ്പൊ ഇവിടെ കുറെ നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് നമുക്ക് പിന്നെ 10:30 മണിക്കാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദി ടീച്ചേഴ്സ് ഷുഡ് ബി പ്രസന്റ് അറ്റ് 10:20. അവരുടെ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് എത്തിച്ചേരേണ്ടത് 10:20 എത്തിച്ചേരണം. 10:30ക്കാണ് ക്ലാസ് എങ്കിലും 10 മിനിറ്റ് മുമ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴെങ്കിലും നമ്മൾ ക്ലാസ് റൂമിൽ എത്തിച്ചേരണം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കേണ്ട രീതി അത് നമ്മൾ ഓൺ മ്യൂട്ട് കൊടുത്തെടുക്കുന്നു. അതൊരു പോളിസി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നത് തന്നെയാണ്. കാരണം ഫസ്റ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഓൺ മ്യൂട്ട് ഒന്നും കൊടുത്തിരുന്നില്ല. അത് ഒന്ന് കുറച്ച് ക്ലാസ്സസ് പോയി കഴിഞ്ഞപ്പോ റെക്കോർഡഡ് ക്ലാസ് മാത്രം കാണുന്ന കുട്ടികൾക്ക് ചില ഡിസ്റ്റർബൻസ് ഉണ്ടായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഓൺ ആക്കി വെക്കും, നമ്മളിങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യില്ല. പക്ഷെ അത് റെക്കോർഡഡ് ആയിട്ട് കാണുമ്പോൾ അതിനകത്ത് ഭയങ്കര എക്കോ വരുന്നു, സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് വന്നിട്ട് എന്താ പറയാ വ്യക്തത ഉണ്ടാവില്ല, ടീച്ചർ എന്താ പഠിപ്പിക്കണേന്ന് ക്ലിയർ ആവില്ല. സോ അങ്ങനെയുള്ള എന്താ പറയാ കുറെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തപ്പോ നമ്മളിങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഓൾ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കാം. ആൻഡ് ലാസ്റ്റ് 10 minutes, വീണ്ടും പോളിസി തീർന്നില്ല, ലാസ്റ്റ് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഇഫ് ദേ ഹാവ് ഡൗട്ട്സ്, വീണ്ടും ആ പറഞ്ഞു പോയതിൽ ഡൗട്ട്സുകൾ കുട്ടികൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ ലാസ്റ്റ് 10 മിനിറ്റിൽ നമ്മൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നെ കൊടുത്തിട്ട് പോകണം. ഇതൊക്കെ നിയമമാണ്. നിങ്ങളിപ്പോ ഇവിടെ ലാസ്റ്റില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടത് ക്ലിയർ ആയോ എന്ന് യെസ് എന്നും തമ്പൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്നു. അപ്പൊ പിന്നെ ലാസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പൺ ചെയ്ത് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതല്ലേ. അപ്പൊ അതൊരു പോളിസിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള രീതികളിലാണ് നമ്മളിത് ഫോളോ ചെയ്തു പോകുന്നത്. ആൻഡ് ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ അത് നടപ്പിലാക്കുമ്പോൾ എന്താ പറയാ, ചില ടീച്ചേഴ്സ് ഒക്കെ കൃത്യമാ പറഞ്ഞ പോളിസീസ് അനുസരിച്ച് 10:20 വന്ന് ക്ലാസ്സിൽ കയറുന്നു, ക്ലാസ്സിലിരിക്കുന്നു. സ്റ്റുഡൻസിനും 10:30 അവര് ഓപ്പൺ ആയിക്കോട്ടെ, അവരെപ്പോഴെങ്കിലും. പക്ഷെ ടീച്ചേഴ്സ് അവിടെ ഇരിക്കുന്നു. കുറെ പേര് അത് ഫോളോ ചെയ്യുന്നു, കുറെ പേര് അത് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ ഫോളോ ചെയ്യുന്നവര് അവര് കൃത്യമായിട്ട് അത് ചെയ്യുന്നു. അതേസമയം ഫോളോ ചെയ്യാത്തവരെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അതിനനുസരിച്ച് അവരോടായിട്ട് ചില ആക്ഷൻസ് എടുക്കണം. അവർ വരുന്നില്ല, അവര് 10:30 32 ഓടി ചാടി വന്നിട്ടാണ് ക്ലാസ്സിലേക്ക് കയറുന്നത് എങ്കിൽ ഇമാജിൻ ചെയ്യാനാണ് കേട്ടോ. അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ മാനേജ്മെന്റ് ഷുഡ് ടേക്ക് സം ആക്ഷൻ അഗേൻസ്റ്റ് ദം. അപ്പൊ അതനുസരിച്ച് ചില ഈ നിയമം ഇങ്ങനെയുണ്ട് ഇവിടെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ, കണ്ടോ? അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിക്ക് പേഴ്സണൽ പോളിസീസ് ഫ്രെയിം ചെയ്ത് വെച്ചു. പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷനിൽ വരുന്ന പോരായ്മ അത് may lead to grievance. ക്ലിയർ ആയോ പറഞ്ഞത് എന്താന്ന്? ഉദാഹരണമൊക്കെ ഞങ്ങളെ തന്നെ പിടിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ എങ്കിലും ക്ലിയർ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ക്ലിയർ ആയോ? പറയ്. യെസ്, ഓക്കെ. എസ് വരാൻ ഇത്ര താമസം? ഒരു എസ് എന്നിങ്ങനെ ഇട്ടാലും മതി. ഇതാ ഓൾറെഡി ഇതൊക്കെ ഭയങ്കര
ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഈ പേഴ്സണൽ പോളിസീസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന പർപ്പസ് മനസ്സിലാക്കാതെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ പ്രോപ്പർ വേ, അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല എങ്കിൽ അത് ഗ്രീവിയൻസിന് കാരണമാകും. ഇതേ കണ്ടല്ലോ, ഇവിടെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മാറ്റേഴ്സ് റിലേറ്റഡ് ടു എംപ്ലോയി റെമ്യൂണറേഷൻ, സീനിയോറിറ്റി, ഓവർ ടൈം, അസൈൻമെന്റ് ഓഫ് പേഴ്സണൽ ഷിപ്സ്, അല്ലെ, ഇതൊക്കെ കൊടുക്കുന്നതിൽ എന്താ പറയാ എന്തെങ്കിലും പോരായ്മകൾ കാണിക്കുക. അതായത് എംപ്ലോയിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഒരാൾക്ക് ഇന്നത് കൊടുക്കുന്നു, അതേ ജോലി തന്നെ ചെയ്യുന്ന മറ്റൊരാൾക്ക് അതിൽ ചിലപ്പോ കുറച്ച് രൂപ കുറച്ച് കൊടുക്കുന്നു. കണ്ടോ? അപ്പൊ നിയമങ്ങൾ അല്ലെങ്കിൽ പോളിസീസിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല. പിന്നെ സീനിയോറിറ്റി അനുസരിച്ച് കൊടുക്കേണ്ട സ്ഥാനം, മാനം, ശമ്പളം ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഓവർ ടൈം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായി പേയ്മെന്റ് കൊടുക്കണം. പിന്നെ എന്താ പറയാ, നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഷിഫ്റ്റുകൾ, ജോലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുന്ന അതിന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. അനുസരിക്കാതെ വരുമ്പോൾ അതൊക്കെ എന്താകും? ഗ്രീവിയൻസ് ആകും എന്നാണ് പറയുന്നത്. സോ ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ് അത് എന്തിന് കാരണമാണ്? നമ്മളുടെ ഗ്രീവിയൻസിന്റെ ഒരു സോഴ്സ് ആണ്. മാനേജ്മെന്റ് പ്രാക്ടീസസ് ഈ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇതുള്ളൂ. അതായത് ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ ഗ്രീവിയൻസ് ഉടലെടുക്കുന്ന രീതിയാണ് ഈ പറഞ്ഞിരുന്നത് കേട്ടോ. അതായത് മാനേജ്മെന്റ് സ്റ്റൈല് പറഞ്ഞു, പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസ്, കാസ്റ്റ്, കൾച്ചർ ഒക്കെ നോക്കിയിട്ടൊക്കെ. ഓക്കെ, മൂന്നാമത്തേത് ഇംപ്ലിമെന്റേഷൻ ഓഫ് എന്താണ്? പേഴ്സണൽ പോളിസീസ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണെന്ന് നോക്കുക. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ്. See what all things is to be communicated to the employees. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും എംപ്ലോയീസിലേക്ക്, എംപ്ലോയീസിനെ അറിയിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ അവരിലേക്ക് എത്തിക്കണം. But in some organizations, there is a lack of communication between the employees and also the management. മാനേജ്മെന്റുകാർ കൃത്യമായ കാര്യങ്ങൾ എംപ്ലോയീസിലേക്ക് എത്തിക്കാത്തതിന്റെ ഒരു കുഴപ്പം മനസ്സിലായോ? ഇപ്പൊ ചില കാര്യങ്ങള് എന്തെങ്കിലും പറയുന്നു, പക്ഷെ അത് വർക്കേഴ്സിന്റെ ഇടയിലേക്ക്, എംപ്ലോയീസിന്റെ ഇടയിലേക്ക് എത്തുന്നില്ല, ശരിയായ രീതിയിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞെത്തുന്നു. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതും എന്തിലേക്ക് നയിക്കാം? ഗ്രീവിയൻസിലേക്ക്. നമ്മൾ മാത്രം ഇതൊന്നും അറിയുന്നില്ല, അല്ലെ? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, നമ്മൾ അറ്റത്തെത്തിയപ്പോഴേ അറിഞ്ഞേ ഇല്ലേ? അത് തോന്നാറില്ലേ? ചില ആളുകൾ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ വർക്കിങ്ങിന് ജോലിക്കൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ they can understand what I am saying. അവർക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാകും, ബാക്കിയുള്ളവർക്ക് ഇനി ജോലിക്ക് കയറുമ്പോൾ മനസ്സിലാകും. അല്ലാതെ മനസ്സിലാവില്ലേ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഒരു ജോലിക്ക് നമ്മൾ കയറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ചില പ്രശ്നങ്ങളൊക്കെയാ. അപ്പൊ നമ്മൾ ഇതിനൊക്കെ അലേർട്ടായിട്ട് ഇരുന്നോ? നമുക്കും ഇതുപോലെയുള്ള ഗ്രീവിയൻസുകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. സോ അങ്ങനെയുള്ള സാധ്യതകൾ വരുന്നത് നമ്മൾ അറിഞ്ഞോ? ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയതാ, ഇതൊക്കെ അന്ന് പറഞ്ഞതാണല്ലോ, ശരിയാണ്. അപ്പൊ നമുക്ക് എനിക്ക് എന്റേതായ അപ്രീസിയേഷൻ കിട്ടിയില്ല. സോ ഐ ഫീൽ എനിക്ക് തോന്നുന്നു ഡിസാറ്റിസ്ഫാക്ഷൻ. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഏതാ പറയേണ്ടത്? ഇതല്ലേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോ മാനേജ്മെന്റുകാർ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നു, അത് എന്താ പറയാ വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വർക്കേഴ്സിന്റെ അടുത്തേക്ക് എത്തണം. അത് അറ്റത്തെത്തിയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ എല്ലാവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് അവരെ അറിയിക്കേണ്ടതാണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദം. അവരിലേക്ക് കൃത്യമായിട്ട് എത്തണം. അത് എത്തിയില്ല എങ്കിൽ അവരത് അറിയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോ അയ്യോ ഇത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ മാനേജ്മെന്റിനോട് അന്നേരം പറയുമ്പോൾ അവർക്ക് ദേഷ്യം കയറും. അവർ പറയും എന്താ അറിഞ്ഞില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡിലേ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും എന്തിലേക്ക്? ഗ്രീവിയൻസിലേക്ക് നയിക്കും. അപ്പൊ എംപ്ലോയീസിനെ എന്താണോ അറിയിക്കേണ്ടത്, ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദം. അവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുകൾ കൊടുത്തിരിക്കണം. എന്ത് മാറ്റേഴ്സ് ആണെങ്കിലും. ഇപ്പൊ വർക്കേഴ്സിന് എന്താ പറയാ എത്ര നേരം എന്താ പറയാ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, അത് അടുത്ത ആഴ്ച മുതൽ ഒരവർ കൂടി കൂടുതൽ നിങ്ങൾ ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അത് കുറെ പേരൊക്കെ കേൾക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു, കുറച്ച് പേര് അറിയുന്നില്ല. അത് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതിന്റെ ആ ഒരു പോരായ്മയാണ്. അതിനുണ്ടാകുന്ന ലിമിറ്റേഷൻസ്, അതിന്റെ കുഴപ്പം കൊണ്ട് അത് കൃത്യമായിട്ട് എത്തുന്നില്ല എങ്കിൽ അവരറിയുന്നില്ല. ചിലപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തണമായിരിക്കും. പക്ഷെ ഇഫ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ് ഇൻഫർമേഷൻ, ആ ഒരു ഇൻഫർമേഷൻ അവർ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്ത് പറ്റും? അവർക്ക് അതിനുള്ള തയ്യാറെടുപ്പ് ചിലപ്പോൾ നടത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴാണ് അവരറിയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് അറിഞ്ഞില്ല? അതൊക്കെ കമ്മ്യൂണിക്കേഷൻ കുഴപ്പമാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തിന് കാരണമാകുന്നു? എന്തിന് കാരണമാകും? ഗ്രീവിയൻസിന് കാരണമാകും. ഒന്ന് വായിച്ചു നോക്കാമോ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഫോർത്ത് വൺ. എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇൻഫോർമേഷൻ അബൌട്ട്
ആക്ഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് വിച്ച് ഇറ്റ് ഇന്റൻസ് ടു ടേക്ക് ഇൻ ഫ്യൂച്ചർ. അതായത് എന്തെങ്കിലും ലൊക്കേഷൻ മാറ്റുന്ന, നമ്മുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് ആക്കുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ലേ ഓഫ് എന്ന് പറഞ്ഞാലില്ലേ, താൽക്കാലികമായിട്ട് ചില എന്താ പറയാ എംപ്ലോയീസിനെയൊക്കെ, ഒരു താൽക്കാലികം എന്ന് പറഞ്ഞാൽ ഒരു സമയമൊന്നുമില്ല, താൽക്കാലികമായിട്ട് കുറച്ച് ആൾക്കാരെ ഓർഗനൈസേഷന്റെ നഷ്ടം സഹിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പിരിച്ചുവിടും. അതിനൊക്കെയാണ് ലേ ഓഫ് എന്നൊക്കെ വിളിക്കുക കേട്ടോ. അതായത് ഒരു ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ അവിടെ അവരുടെ കുറച്ചു പേരെ ഇങ്ങനെ മാറ്റി നിർത്തുക, കുറച്ചു പേരെയോ ഒരാളെയോ. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആളുകൾക്ക് നമ്മൾ സാലറി കൊടുക്കുന്നു അല്ലെങ്കിൽ വേജസ് കൊടുക്കുന്നു, അത് ഇറ്റ് കനോട്ട് ബി അഫോർഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ആ ഒരു കൊടുക്കുന്ന ശമ്പളം അല്ലെങ്കിൽ വേജസ് എന്താ പറയാ അവർക്ക് എന്താ പറയാ അവർക്ക് പറ്റുന്നില്ല, അവരെ എന്താ പറയാ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട്. കാരണം അതിനുള്ള വരായിക അല്ലെങ്കിൽ ആ ഒരു ഇൻകം കൊടുക്കുന്ന ആൾക്ക് സാലറി കൊടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് ഓർഗനൈസേഷൻ ഇല്ല. അങ്ങനെ കുറച്ച് ആളുകളെയോ കുറച്ച് എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ കുറച്ച് 1-2 എംപ്ലോയീസിനെയൊക്കെ മാറ്റി നിർത്തുന്നത്, അതിനെയാണ് നമ്മൾ ലേ ഓഫ് എന്ന് വിളിക്കുക. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒക്കെ ചാപ്റ്റേഴ്സിൽ ഉണ്ടാകും അത്, അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് കേട്ടോ. ലേ ഓഫ് ഒക്കെ, റിസൈൻ, അതായത് നമ്മളുടെ സെപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. എംപ്ലോയീസിന്റെ സെപ്പറേഷൻസ്, റിസൈൻ ചെയ്യുന്നു, സ്വന്തമായിട്ട് നമ്മൾ റിസൈൻ ചെയ്യുന്നു. ലേ ഓഫ്സ് ഉണ്ട്, ഡിസ്മിസൽ ഉണ്ട്, ഇതൊക്കെ കേട്ടല്ലേ. ഡിസ്മിസൽ എന്നൊക്കെ കേട്ടല്ലേ നമ്മൾ, സസ്പെൻഷൻ, അതിനകത്തൊക്കെ പെട്ട സാധനമാണ്. ഇത് ലേ ഓഫ് ആണ്. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക്, സ്പെസിഫിക് പീരീഡ് ഒന്നുമില്ല, താൽക്കാലത്തേക്ക് ഇപ്പൊ നിങ്ങൾ വരണ്ട, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ഒക്കെ ആരെ നമ്മുടെ എംപ്ലോയീസിനെ അറിയിക്കാതിരിക്കുക. അങ്ങനെ അറിയിക്കാതെ പെട്ടെന്ന് ചിലപ്പോ എന്താ പറയാ നടപ്പിലാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കി കഴിയുമ്പോൾ ചിലപ്പോ അവര് കണ്ടോ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സ്കീംസ് ഓർ ന്യൂ വേസ് ഓഫ് വർക്കിംഗ്, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പുതിയ സ്കീമുകൾ കൊണ്ടുവരുന്നു എംപ്ലോയീസിന്റെ ഇടയിൽ, ഇത് അവരെ അറിയാതിരിക്കുക. അങ്ങനെ വരുമ്പോഴും ഗ്രീവിയൻസിന് കാരണമാണ്. അതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അറിയാതിരിക്കുന്നതാ. അവിടെ നടപ്പിലാക്കുന്ന കാര്യം ഓൾറെഡി ഡിസിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞു, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ഇൻഫോംഡ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് അതിനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോ എന്താ പറയാ, അത് ഗ്രീവിയൻസിനെ ലീഡ് ചെയ്യുന്നു. If the employees are not aware of the proposed actions, ഇത്തരം ആക്ഷൻസിനെ കുറിച്ച് അവർക്ക് അറിവില്ലെങ്കിൽ, the consequences of the management actions in which they will lead to less number of grievances. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ, അങ്ങനെയുള്ള ഗ്രീവിയൻസുകൾ ഒഴിവാക്കണമെങ്കിൽ മാനേജ്മെന്റ് അതനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. ഒറ്റ സെന്റൻസേ ഉള്ളൂ, പിന്നത്തെ എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. 5ാമത്തത് മാനേജ്മെന്റ് പ്രാക്ടീസസിൽ അടുത്തത് വരുന്നതാണ് സൂപ്പർവൈസറി ഫാക്ടേഴ്സ്. സൂപ്പർവൈസറി പ്രാക്ടീസസ് എന്താണ്? സൂപ്പർവൈസറി എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രാക്ടീസ് ആണ്. അതായത് ഫോൾട്ടി സൂപ്പർവൈസറി പ്രാക്ടീസുകൾ. ഫോൾട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്കറിയാം, ഒരു മാനേജ്മെന്റുകാർ ഓരോ ജോലിയും ചെയ്യുമ്പോൾ ഓരോ എംപ്ലോയീസും അല്ലെങ്കിൽ ഒരു ടീം ഓഫ് എംപ്ലോയീസ് എന്തെങ്കിലും വർക്കുകൾ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി സൂപ്പർവൈസ്ഡ് ഫ്രം ടൈം ടു ടൈം. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ സൂപ്പർവിഷൻസ് ഒക്കെ നടത്തും. പക്ഷെ ആ സൂപ്പർവിഷൻ കറക്റ്റ് അല്ല എങ്കിൽ, ശരിയായ രീതിയിൽ സൂപ്പർവൈസ് ചെയ്തില്ല എങ്കിൽ, അതിനെയാണ് നമ്മൾ ഫോൾട്ടി സൂപ്പർവിഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ സൂപ്പർവിഷൻ സ്റ്റൈലില് ഇത് ഫോൾട്ടി ആയിട്ടുള്ള തെറ്റായ രീതിയിലുള്ള സൂപ്പർവിഷൻ എന്താ പറയാ, such as lack of consistent application of personal policies. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വെച്ച് പറഞ്ഞ ആ കുറെ തൊഴിൽ നയങ്ങൾ അതെല്ലാം എന്താ പറയാ ശരിയായ രീതിയിൽ നടപ്പിലാക്കാതെ വരിക. അതുപോലെ തന്നെ ബയാസ് ഇൻ അപ്ലൈങ് റൂൾസ് ആൻഡ് ഡിസിഷൻസ്, അതായത് എടുക്കുന്ന തീരുമാനങ്ങള് അല്ലെങ്കിൽ നിയമങ്ങള് അതൊക്കെ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ. ബയാസ് മീൻസ് ഡിസ്പ്യൂട്ട്സ് ആണ്, തർക്കങ്ങൾ. ഇതൊക്കെ സൂപ്പർവിഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗിവ് പ്രഷർ ടു ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ലീഡ് ടു ഗ്രീവിയൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തർക്കങ്ങള് അല്ലെങ്കിൽ സൂപ്പർവിഷന്റെ സമയത്ത് പോരായ്മകളൊക്കെ എന്താ പറയാ എംപ്ലോയീസുമായിട്ട് തർക്കിച്ച് ഒക്കെ വരുമ്പോ അത് എംപ്ലോയീസിന്റെ ഇടയിൽ എന്തുണ്ടാക്കും? അവർക്ക് പേഴ്സണലി അവർക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഗ്രീവിയൻസ്. അത് ഗ്രീവിയൻസിന് കാരണമാവുകയും ചെയ്യും. സൂപ്പർവൈസറി അതായത് ഫോൾട്ട് ആയിട്ടുള്ള, ശരിയായ രീതിയിൽ സൂപ്പർവിഷൻ നടത്താണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ശരിയായ രീതിയിൽ അല്ലാത്ത സൂപ്പർവിഷൻ ആണ് ഇത്തരം ഗ്രീവിയൻസിലേക്ക് എന്ത് ചെയ്യുക? ലീഡ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്.
Setting up challenging individual or group tasks without consulting the staff members can build pressure and cause grievance. അതായത് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് കുറെ എംപ്ലോയീസിന് വേണ്ടി കൊടുക്കാണ്. പക്ഷെ ആ ഒരു ടാസ്ക് കൊടുക്കുന്ന വിവരം ആരറിഞ്ഞിട്ടില്ല, ആ ചെയ്യേണ്ട സ്റ്റാഫ് മെമ്പർമാര് അല്ലെങ്കിൽ ആ ജോലിക്കാര് അറിഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രഷർ, ഓക്കെ, അത് ഗ്രീവിയൻസിന്റെ കാരണമാകും. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, ഇവരിത് നേരത്തെ കൂട്ടി അറിയിച്ചിട്ടുണ്ടോ, ഇതൊന്നും സൂപ്പർവൈസ് ചെയ്തിട്ടില്ല. അത് ചെയ്യാണ്ട് വേഗം വന്നിട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ അത് അവർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുകയും അത് ഗ്രീവിയൻസിന് കാരണമാവുകയും ചെയ്യും. സൂപ്പർവൈസറി പ്രാക്ടീസസ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് സെന്റൻസ് എക്സാമ്പിളിന് മുമ്പ് വരെയുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. Faulty supervisory style such as lack of consistent application of personnel policies, bias in applying rules and decisions, etc. can create pressure on employees and could lead to grievance. Underline ചെയ്യാം. ചെയ്തോ? അപ്പൊ 5 എണ്ണാണ് നമ്മുടെ മാനേജ്മെന്റ് പ്രാക്ടീസസിൽ വരുന്ന ഗ്രീവിയൻസുകൾ. 5 എണ്ണാണ്. ഏതൊക്കെയാണ്? 1 മാനേജ്മെന്റ് സ്റ്റൈല്, 2 സോഷ്യൽ ഡിസ്റ്റൻസ്, 3 ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്, അടുത്തത് 4 കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ആൻഡ് 5-മത്തേത് സൂപ്പർവൈസറി പ്രാക്ടീസസ്. 5 എണ്ണം. ക്ലിയർ ആയോ? അടുത്തത് പറയാൻ പോവുകയാണേ. മനസ്സിലായില്ലേ എല്ലാവർക്കും? വേഗം പറയും. ഓക്കെ, വെരി ഗുഡ്. ഇപ്പുറത്തെ ആളുകള് തമ്പടുണ്ട്, പക്ഷെ ഈ വശത്തേക്ക് കാണുന്നില്ലാത്തതുകൊണ്ട് ഇവിടെ ഞാനിങ്ങനെ ആരെങ്കിലും തമ്പടെന്ന് നോക്കിയിരിക്കുക. ഓക്കെ, ഇനി 2-മത്തെ സോഴ്സ്, അതായത് പ്രധാനമായിട്ടും ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. ഈ ഗ്രീവിയൻസ് വരുന്ന വഴി അതിന്റെ സോഴ്സ് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് കേട്ടോ. 1 മാനേജ്മെന്റ് പ്രാക്ടീസസ്, 2-മത്തേത് ഏതാ? ഗ്രീവിയൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്, വ്യക്തിപരമായിട്ടുള്ള മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന വ്യക്തിഗതമാണ് കേട്ടോ. അപ്പൊ ഇത് വ്യക്തികളെ സംബന്ധിക്കുന്ന എംപ്ലോയിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ചില മാൽ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് വെച്ചാൽ എന്താ? മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് മാൽ അഡ്ജസ്റ്റ്മെന്റ്. അതായത് ആ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ വരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളും എന്തിലേക്ക് നയിക്കും? നമ്മളുടെ ഗ്രീവിയൻസിലേക്ക് നയിക്കും. അങ്ങനെ മാൽ അഡ്ജസ്റ്റ്മെന്റ്, പേഴ്സണൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഗ്രീവിയൻസുകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി. അതായത് ചില എംപ്ലോയീസ് ഉണ്ട്, ഞാൻ നേരത്തെയും പറഞ്ഞു, ചില എംപ്ലോയീസ് ഉണ്ട് those who are having നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതായത് ചില എംപ്ലോയീസിന് എപ്പോഴും നെഗറ്റീവ് മൈൻഡ് ആണ്. എന്നിട്ട് അത് പറ്റുമോ, അയ്യോ അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, അല്ലെ, എന്ത് പറയുമ്പോഴും അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അതൊക്കെ നെഗറ്റീവ് മൈൻഡുകാരാണ് ചോദിക്കുന്നത്. സോ എന്താണ്, നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഐ വിൽ ട്രൈ, അല്ലെ, നമുക്കത് പറ്റും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ട്രൈ എങ്കിലും നടത്താമല്ലോ, അല്ലെ. ട്രൈ ചെയ്യുന്നവനാണ് വിജയി. തോൽക്കുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്നവരെക്കാള്, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനേക്കാൾ വിജയിക്കുന്നത് എപ്പോഴും ആരാണെന്ന് അറിയാമോ? അതിനുവേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തവർ ഇനിയാ വിജയിക്കാം. മാറി നിൽക്കുന്നവർ ഒരിക്കലും വിജയിയല്ല, അവർ വീരുക്കളാണ്, അല്ലെ, കവാടുകളാണ്, മാറി നിൽക്കുകയാണ്. ബിക്കോസ് അവര് അത് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറല്ല. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള എംപ്ലോയീസും ഉണ്ട് എന്നാ പറയാം. എംപ്ലോയീസ് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ഒരു നെഗറ്റീവ് മൈൻഡ് ചില സമയത്തൊക്കെ. ചിലർക്ക് പക്ഷെ ചില സമയത്തല്ലേ എപ്പോഴും നെഗറ്റീവ് മൈൻഡ് ആണ്. ദേ മേക്ക് ഫ്രീക്വന്റ്ലി കംപ്ലൈന്റ്സ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരാതികളായിരിക്കും, എപ്പോഴും ഇതിനെ സംബന്ധിക്കുന്ന പരാതികള്. അതുപോലെ തന്നെ അവര് കെയർലെസ് ആണ്, പല എന്താ പറയാ, അത്ര ശ്രദ്ധയൊന്നും കൊടുക്കില്ല ഒന്നും ഒരു കാര്യത്തിലും. അതുപോലെ തന്നെ ക്യാഷിലും പിന്നെ മാത്രമല്ല ഇൻകൺസിഡറേറ്റ് ആണ്, മറ്റുള്ളവർക്ക് ഒരു പരിഗണനയും കൊടുക്കില്ല. നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത ഇതാ. അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകള് കെയർലെസ് ആയിരിക്കും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എല്ലാത്തിനും. അതുപോലെ തന്നെ കാഷ്വൽ ആൻഡ് ഇൻകൺസിഡറേറ്റ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് ഒരു കരുതലോ ഒന്നും കൊടുക്കില്ല, അങ്ങനെ ഇതായിട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? ദേ ഓൾസോ അവർ പറയുന്നത് അജിറ്റേറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ കൂടി തങ്ങളുടെ ഒപ്പം ചേർക്കാൻ കൂടി അവര് അത് നമുക്കൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ എന്നോട് പോരെ,
അങ്ങനെയൊക്കെ അല്ലെ, അവരെ കൂട്ടത്തിൽ കൂടി ചേർക്കാനായിട്ട് മറ്റുള്ളവരെ കൂടി ക്ഷണിക്കും. അങ്ങനെ വരുമ്പോ അത്തരം കാര്യങ്ങൾ എന്തിലേക്ക് നയിക്കും? ഗ്രീവിയൻസിലേക്ക് നയിക്കും. ഇത് എല്ലാം കൂടി ഒരു കൂട്ടം അല്ലെ, ബാക്കി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒരു കൂട്ടം. അപ്പൊ ഇതൊക്കെ പലതരത്തിലുള്ള കാരണങ്ങളാണ്. അത് പേഴ്സണൽ ആണ്, അതായത് വ്യക്തിപരമാണ്. വ്യക്തി തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. കാരണം എനിക്കിത് പറ്റില്ല, എനിക്ക് ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം മനസ്സിൽ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു. സോ നമ്മൾ ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ അതിനെ നമുക്ക് പോസിറ്റീവ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതേസമയം നമുക്ക് വേണം എന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് നടപ്പിലാക്കാനും പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ എപ്പോഴും നമ്മൾ എന്താവണം? പോസിറ്റീവ് മൈൻഡഡ് ആയിരിക്കണം. പോസിറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യേ. തോറ്റോട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പം? തോൽവി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നൊക്കെ എവിടെയോ ചെറിയ ക്ലാസ്സുകളിൽ പ്രോവർബുകൾ എഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? അതൊക്കെ തന്നെയാണ്. അത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല, ശരി തന്നെയാണ്. 10 പ്രാവശ്യം നീ തോക്ക്, ഒരു പ്രാവശ്യം നീ ജയിക്കും തീർച്ചയായിട്ടും. അപ്പൊ ജയിക്കാൻ വേണ്ടിയിട്ടാണ് തോക്കേണ്ടത്, ജയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തോക്കേണ്ടത്. അല്ലാതെ മാറി നിന്നിട്ട് ഒരിക്കലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. ഒരിക്കലും നമ്മൾ മാറി നിന്ന് അവൻ അവര് ചെയ്തില്ല അതുകൊണ്ട് അവൻ ജയിച്ചുട്ടാ എന്നാരും പറയില്ല. പരീക്ഷയിൽ പങ്കെടുത്താലേ നമുക്ക് തോക്കാൻ പറ്റുള്ളൂ അല്ലെ. തോറ്റു കഴിഞ്ഞ് തോറ്റാണ് എന്ത് ചെയ്യുന്നത്? അത് വിജയമായിട്ട് മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ്. ഇപ്പൊ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് സം എംപ്ലോയീസ് മേ ലീഡ് ടു ഗ്രീവിയൻസ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഗ്രീവിയൻസിലേക്ക് തന്നെ പോകുള്ളൂ. തീർച്ചയായിട്ടും അതിൽ നിന്ന് ശരിയായ രീതിയിലേക്ക് വരാനായിട്ട് പറ്റില്ല അത്തരം എംപ്ലോയീസിന്. ഓക്കെ, അത് പേഴ്സണൽ ആണ്. ഓക്കെ, ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് എന്നുള്ള സെന്റൻസ് കേട്ടാ. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി മറ്റൊരു ഗ്രീവിയൻസ് പേഴ്സണൽ ആയിട്ടുള്ളത് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. ചിലപ്പോൾ സം എംപ്ലോയീസ് മേ ബി സഫറിംഗ് ഫ്രം സം ഹെൽത്ത് ഇഷ്യൂസ്. ചില ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ലൈക്ക് ഡിപ്രഷൻ, മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ടെൻഷൻ, ഇതൊക്കെ എന്താ പറയാ ഗ്രീവിയൻസിന് കാരണമാകാറുണ്ട്. ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് അവരുടെ രോഗാവസ്ഥയുടെ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ മെന്റൽ ആയിട്ടുള്ള ചില ടെൻഷൻസ്, അങ്ങനെ വരുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു ജോലി നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റില്ല. സോ അങ്ങനെ വരുമ്പോ ഗെറ്റ് ടെൻസ്ഡ്. അങ്ങനെ വരുമ്പോ അവർക്ക് ടെൻഷൻ വരും. അങ്ങനെ വരുമ്പോ ഇൽ ഹെൽത്ത് ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ടേക്ക് ദ ഫോം ഓഫ് ഗ്രീവിയൻസ്. അങ്ങനെ വരുന്നതും ഒരു രീതിയിലുള്ള ഗ്രീവിയൻസിന് കാരണമാകും. ഓക്കെ, ഹെൽത്ത് പ്രോബ്ലംസ് അത് സിമ്പിൾ ആണ്, അറിയാലോ. മനസ്സിലായില്ലേ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചിട്ട്? അപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള മാനേജ്മെന്റിൽ നിന്നുണ്ടാകുന്ന രണ്ടാമത്തെ ഗ്രീവിയൻസിന്റെ സോഴ്സ് ആണ് ഹെൽത്ത് പ്രോബ്ലംസ്. വായിച്ചു നോക്കുക. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പറഞ്ഞോട്ടെ. അടുത്തത് മൂന്നാമത്തെ. ഇതിൽ 3 ഉള്ളൂ. പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രീവിയൻസുകൾ 3 ഉള്ളൂ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി, ഹെൽത്ത് പ്രോബ്ലംസ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ്. പ്രാക്ടിക്കൽ ആക്കാൻ പറ്റാത്ത ചില പ്രതീക്ഷകളാണ്. എന്താ, പല ഓർഗനൈസേഷനിലും എന്താ പറയാ, ചില എംപ്ലോയീസ് ഉണ്ട് കേട്ടോ, ഓവർ കോൺഫിഡൻസ്, ഓവർ അംബീഷ്യസ് ആകുക. അതായത് ഭയങ്കര കോൺഫിഡൻസ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ചില ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാകുക, അതുപോലെ തന്നെ ഭയങ്കര ഓവർ അംബീഷ്യസ് ആകുക. അങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് അറിയോ? അവര് പ്രതീക്ഷിക്കുന്ന അത്രയും ഓവറായിട്ട് നമ്മൾ ചെയ്യുമ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കും, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടില്ല. അങ്ങനെ വരുമ്പോ ഗ്രീവിയൻസ് ആകും ഇല്ലേ? ഞാൻ ഇത്രയും ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കും. ചിലപ്പോ ഒരു അപ്രീസിയേഷൻ ഫ്രം ദ മാനേജ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇൻക്രീസ് ഇൻ അവർ പേയ്മെന്റ്, നമുക്ക് കിട്ടുന്ന പേയ്മെന്റിൽ ഒരു വർധനവ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ബൈ ദ മാനേജ്മെന്റ്, അവരത് തരുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച അവർ പ്രതീക്ഷിച്ച ആ രീതിയിലേക്ക് അവര് പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ തരുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് പറ്റും? നമുക്ക് ഡിസപ്പോയിന്റഡ് ആകും. അത് ഗ്രീവിയൻസിന്റെ മറ്റൊരു സോഴ്സ് ആണ്. ഏതാ? ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രാക്ടിക്കൽ ആവാത്ത ഒരവസ്ഥ. അത് വരുന്നത് ഓവർ കോൺഫിഡൻസ്, ഓവർ അംബീഷ്യസ് ആയതുകൊണ്ട്. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യണോട്ടെ അത്. യെസ്, ഓക്കെ. ആൻഡ് തേർഡ് സോഴ്സ് ആണ്, മൂന്നാമത്തെ സോഴ്സ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നിർത്തിക്കോളാം. അതിങ്ങനെ കുറച്ച് പോയിന്റുകൾ ആയതുകൊണ്ട് എളുപ്പം മനസ്സിലാകും. മൂന്നാമത്തെ സോഴ്സ് ഓഫ് ഗ്രീവിയൻസിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വർക്കിംഗ് സാഹചര്യങ്ങൾ
ഓർഗനൈസേഷനിൽ ഉണ്ടാകാതെ വരുമ്പോഴും നമുക്ക് ഗ്രീവിയൻസ് ഉണ്ടാകും അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും വർക്കിംഗ് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ഗ്രീവിയൻസുകളാണ് അവിടെ പറഞ്ഞിട്ട്. ഒന്ന്, റിജിഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ്. ചിലപ്പോ ഓർഗനൈസേഷൻ ഇത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തേക്കണേ. ഒരു റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാറ്റമില്ലാത്തൊരു സ്റ്റാൻഡേർഡ്, ഇങ്ങനെ ഭയങ്കര ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു മാറ്റമില്ല, ഇത് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ്, ഇത്ര യൂണിറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇത്രം വരെയുള്ള വർക്കാണ്. ഒരു നിലവാരം വെച്ചേക്കണം വർക്കിന്റെ, ഒരു ക്വാണ്ടിറ്റിക്കോ ക്വാളിറ്റിക്കോ ഒക്കെ. ആ ഒരു നിലവാരം അത് റിജിഡ് ആണ്. മീൻസ് വിച്ച് കനോട്ട് ബി ചേഞ്ച്ഡ്. ഇങ്ങനെ ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, അത് ചിലപ്പോ അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ചില എംപ്ലോയീസ് ഉണ്ടാകും. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിലേക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും അതെന്തിനു കാരണമാകും? അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ലല്ലോ, ഗ്രീവിയൻസ് ആയി അല്ലെ, ഡിസ്കണ്ടന്റ്മെന്റ്, എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. അപ്പൊ എനിക്ക് എന്തായി, തൃപ്തി കുറവായി അല്ലെ, അത് നമ്മുടെ ജോലിയെ ബാധിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? റിജിഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്. അങ്ങനെ പാടില്ല എന്ന്. ചില സാഹചര്യങ്ങളിൽ അതൊന്ന് ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കണം. അത്ര ആക്കാൻ പറ്റിയില്ല, ഓക്കെ, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നീ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ അവരെ, അല്ലെങ്കിൽ എന്ത് പറ്റും, ഇത്രയാണ്, അതിലെത്താൻ പറ്റില്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന ടെൻഷൻ, എന്നാൽ നമ്മൾ അതിനെ ഒന്ന് ലഘൂകരിക്കാൻ, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി അവരോട് നല്ല വാക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ, അത് പറ്റില്ല, ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചേക്കണേ എന്ന് യാതൊരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ എന്താ പറയാ പറയുമ്പോ അത് എംപ്ലോയീസിന് പറ്റില്ല, അത് സഫർ ചെയ്യാനായിട്ട്, അത് ഗ്രീവിയൻസ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെന്താ? മിസ്മാച്ച് ഓഫ് ദ സ്കിൽസ് ഓഫ് ദ വർക്കർ ആൻഡ് ദ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന് മാച്ച് ആകുന്ന ആളെ വേണം തെരഞ്ഞെടുക്കാൻ. മിസ്മാച്ച് ആയിട്ട് തെരഞ്ഞെടുക്കും. ഇന്ന ജോലി ഇന്ന ആൾക്ക്, ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്കത് ചെയ്യാൻ അറിയാം, ബിക്കോസ് അവരതിൽ ക്വാളിഫൈഡ് ആണ്, അവർ മാച്ച്ഡ് ആണ് ആ ഒരു ജോലിക്ക്. അതേസമയം മാച്ച് അല്ലാത്ത ഒരാളെ ഇടുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്, അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ അവര് അത് ചെയ്താൽ തന്നെ അവരുദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ആ ഒരു എംപ്ലോയിന് കിട്ടില്ല എന്നുള്ള കുഴപ്പം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഗ്രീവിയൻസ് ആകും. ക്ലിയർ ആയ പോയിന്റ്? മിസ്മാച്ച് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഫോർ ദ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. ഏത് ജോലിക്കുള്ള ആളാണോ ആളെ മിസ്മാച്ച് ചെയ്യാം, മാച്ച് അല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക. അടുത്തത് ലാക്ക് ഓഫ് ആഡക്വേറ്റ് ടൂൾസ്. ഈ ജോലി കൊടുത്താൽ പോരാ, ജോലിക്ക് ആവശ്യമായ ഉപകരണങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അത് കിട്ടാണ്ട് വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്ക് ശരിയായ രീതിയിൽ അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ സഫീഷ്യന്റ് ആയിട്ടുള്ള, അതുപോലെ ആഡക്വേറ്റ് ആയിട്ടുള്ള ടൂൾസ്, മെഷീൻസ്, എക്യുപ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എ ഗിവൺ ടാസ്ക്. ഒരു ടാസ്ക്, കൊടുത്തിരിക്കുന്ന ടാസ്ക് നന്നായി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതൊക്കെ വേണം. അതൊന്നും കിട്ടാതെ വരുമ്പോ ഗ്രീവിയൻസ് ആയി. ശരിയായ ടൂൾസിലാണ് ഇത്, ഈ സാധനമില്ല, പിന്നെ നമ്മളെങ്ങനെ ആവശ്യത്തിന് പറയുന്ന സമയത്ത് ജോലി തീർത്തു കൊടുക്കും, കണ്ടോ, അത് ഗ്രീവിയൻസ് ആയി, പരാതികളായി. ഓക്കെ, അടുത്തത് ചേഞ്ച് ഇൻ വർക്കിംഗ് അവേഴ്സ് ഓർ ടെക്നിക്സ്. ഇടയ്ക്കിടയ്ക്ക് വർക്കിംഗ് അവർ മാറ്റിക്കൊണ്ടിരിക്കുക, വർക്ക് ചെയ്യുന്ന ടെക്നിക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ടെക്നിക്ക് മാറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ ആ ടെക്നിക്ക് പഠിച്ചെടുക്കാൻ, പുതിയ ടെക്നിക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുന്ന എംപ്ലോയീസ് ഉണ്ടായിരിക്കും. പിന്നെ വർക്കിംഗ് അവേഴ്സ് ഇത്രയായിരുന്നു, അത് കൂട്ടി, ഭയങ്കരമായിട്ട് കൂട്ടി, അപ്പൊ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അതും ഗ്രീവിയൻസിന് കാരണമാണ്. ലാക്ക് ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് അവേഴ്സ് ഓർ ടെക്നിക്സ്. ഓക്കെ, പിന്നെ പുവർ റാപ്പോർട്ട് വിത്ത് ദ സൂപ്പർവൈസേഴ്സ്. പുവർ റാപ്പോർട്ട് എന്താണ്? റിലേഷൻ, അതായത് സ്റ്റാൻഡേർഡ് സൂപ്പർവൈസേഴ്സുമായിട്ട് നല്ലൊരു ബന്ധമില്ലാതിരിക്കുക. പുവർ റാപ്പോർട്ടാണ്, അതായത് നമ്മളുടെ വർക്കേഴ്സ് അതുപോലെ സൂപ്പർവൈസറുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഗുഡ് റിലേഷൻ വേണം. പക്ഷെ അതില്ലെങ്കിൽ ഗ്രീവിയൻസ് ഉണ്ടാവും അല്ലെ, പരാതി ഉണ്ടാവും. കാരണം സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും ഈ എംപ്ലോയീസിനെയൊക്കെ നോക്കുന്നത്. അപ്പൊ അവരുമായിട്ടൊരു നല്ല ബന്ധം അവരുമായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ വർക്കേഴ്സിന് എന്താ പറയാ, കംഫർട്ടബിളി അവരുടെ ജോലി ചെയ്ത് തീർക്കാം. ഭയങ്കരമായിട്ട് റൂഡായിട്ട് സൂപ്പർവൈസർമാർ ഇതിനോടൊക്കെ പെരുമാറിയാൽ അതവർക്ക് പ്രശ്നങ്ങളാകും, ബുദ്ധിമുട്ടാകും. ഓക്കെ, പിന്നെ ബാഡ് കണ്ടീഷൻസ് ഓഫ് വർക്ക് പ്ലേസ്. ആവശ്യത്തിന് നല്ല സൗകര്യങ്ങളില്ലാത്ത ജോലി സ്ഥലം, അതായത് ആവശ്യത്തിന് വെള്ളമില്ല, അൺഅവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളം നന്നായിട്ടില്ല. പിന്നെ ഡാമേജ്ഡ് വർക്ക് സ്റ്റേഷൻ, നിൽക്കുന്ന സ്ഥലമൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെ ജോലി ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റുന്നില്ല. ഇനാഡക്വേറ്റ് സാനിറ്ററി ഫെസിലിറ്റീസ്, അതായത് ബാത്റൂമോ മറ്റു സൗകര്യങ്ങളോ ഒക്കെ ശരിയായ രീതിയിൽ ഇല്ല. ഇതൊക്കെ ഗ്രീവിയൻസ് ആണ്, പരാതികൾ തന്നെയാണ്. വർക്കേഴ്സിന് ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളാണ്. പുവർ ഡിസിപ്ലിനറി സിസ്റ്റം. പിന്നെ എന്താ ഡിസിപ്ലിൻ, എന്താ പറയാ, ശുചിത്വ പരിപാലനം എന്ന കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന ചില അപാകതകൾ. ചിലപ്പോ ചിലർക്ക് ഭയങ്കര എന്താ പറയാ, ടൂ മച്ച് ഡിസിപ്ലിൻ ആയിരിക്കും, ഭയങ്കര ഡിസിപ്ലിൻ. പക്ഷെ ചിലത് ടൂ ലോ, ഒന്നുമില്ല, ഒട്ടും ഡിസിപ്ലിൻ ഇല്ല. ഇത് രണ്ടും ഹാർംഫുൾ ആണ് അല്ലെ.
അധികം ആവാൻ പാടില്ല അല്ലെ. ചിലർക്ക് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് ഭയങ്കര എന്താ പറയാ സംസാരിക്കാൻ പാടില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, വൃത്തിയായിരിക്കണം, അതാണ് ഇതാണ് ഡിസിപ്ലിന്റെ കാര്യത്തിലെല്ലാം എന്താ പറയാ കൃത്യമായത്, ഭയങ്കര കൃത്യതയും അതേസമയം ഒരു കൃത്യതയും ഇല്ലാതെ. ഇത് രണ്ടും ഒരുപോലെ ഹാർംഫുൾ ആണ് കേട്ടാ. അധികം ആവുമ്പോൾ ആവറേജ് വേണം അല്ലെ. എല്ലാത്തിനും ഒരു ആവറേജ് ഡിസിപ്ലിൻ ആണ് കീപ്പ് ചെയ്യേണ്ടത്. എന്താ പറയാ ഭയങ്കരമായ ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചാൽ കൊണ്ടുവരാൻ നോക്കിയാൽ അത് എന്താ പറയാ ബുദ്ധിമുട്ടാണ്, അത് ഗ്രീവിയൻസിലേക്ക് പോകും. അതേസമയം ഡിസിപ്ലിൻ ഒട്ടുമില്ലാതിരുന്നാലും അതും അല്ലെ മാനേജ്മെന്റിനോ നല്ല അന്വേഷിക്കേണ്ട എല്ലാവരും ഉറപ്പാണ്, അതും എന്താ പറയാ ഒരു ഹാർംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ വർക്കിംഗ് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രീവിയൻസുകളാണ് നമ്മൾ ഈ പറഞ്ഞ 7 പോയിന്റുകൾ. ക്ലിയർ ആയോ? 3 എണ്ണാണ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ, മാനേജ്മെന്റ് പ്രാക്ടീസസ്, പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട്. ഓരോന്നിലും ആദ്യത്തേല് 5 പോയിന്റ് ഉണ്ടായിരുന്നു, രണ്ടാമത്തേല് 3 പോയിന്റ്, അടുത്തേല് ഒരു സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടുള്ള 7 പോയിന്റും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വരെ നന്നായിട്ട് വായിച്ചു നോക്കുക. ആ ലാസ്റ്റത്തെ വർക്കിംഗ് കണ്ടീഷൻസ് ഇല്ലേ, ഓരോ പോയിന്റും ടിക്ക് ഇട്ടോട്ടാ. അതിന്റെ ഫുൾ അറ്റം വരെ ഒന്നും വേണ്ട, ഒരു കഷ്ണം പകുതി വരെയൊക്കെ മതി. അതിന്റെ തുടക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ഭാഗം കുറച്ചേ എടുത്തിട്ടുള്ളൂ, അധികം ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഒരു 2 പേജ് എത്തിയോന്ന് തന്നെ അറിയില്ല. ഓക്കെ, നമ്മൾ ഫോംസ് ഓഫ് ഗ്രീവിയൻസ് തുടങ്ങി വീണ്ടും റിപ്പീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, 2 പേജ്, കറക്റ്റ് 2 പേജാണ്. അപ്പൊ നല്ല മാത്രമല്ല ഇത് എളുപ്പമാണ് പഠിക്കാൻ. എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കൊണ്ട് നിങ്ങൾക്ക് എളുപ്പം വായിച്ചാലും മനസ്സിലാകുന്ന ടോപ്പിക് തന്നെയാണ് അല്ലേ? അല്ലേ ഞാൻ തന്നെ അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ. നിങ്ങൾ ടീച്ചർ തന്നെ ചോദ്യം പറയുന്നു, ടീച്ചർ തന്നെ ഉത്തരവും പറയുന്നു എന്ന് പറയും. ഇല്ലല്ലോ, എളുപ്പമല്ലേ? അതെ, നമ്മളൊന്ന് വായിച്ചാൽ മതി, ഒന്ന് വായിച്ചുകൂടി നോക്കിയാൽ മതി. ഓക്കെ, യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം, അടുത്ത തേഴ്സ്ഡേ കാണാം അല്ലെ. തേഴ്സ്ഡേയുടെ ക്ലാസ് ആണ് അത്. ഞാൻ തേഴ്സ്ഡേ നോക്കി വാങ്ങിച്ചതാണ് കേട്ടാ. ടൈം ടേബിള് മൺഡേയുടെ ഇടാമായിരുന്നു, തേഴ്സ്ഡേയുടെയും ഇടാമായിരുന്നു. പക്ഷെ എനിക്ക് തേഴ്സ്ഡേ ഞാൻ തന്നെയാണ് ടൈം ടേബിൾ ഏത് ദിവസം കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ തേഴ്സ്ഡേ പ്രിഫർ ചെയ്തത് കാരണം എന്റെ HRM-ന്റെ ക്ലാസ് കഴിഞ്ഞ ആഴ്ച പോയി. നിങ്ങളെ കാണണ്ടേ? ആഴ്ചയിൽ ഒരു ദിവസമേ നമ്മൾ തമ്മിൽ കാണുന്നുള്ളൂ. അപ്പൊ ഞാനത് ഒരാഴ്ച കാണാത്തത് കൊണ്ട്